വചനത്തിലേക്ക് തിരിയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു വാക്കുകൂടെ കണ്ണടച്ച് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുത്തെ തിരുസാന്നിധ്യത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിലുണ്ട് കർത്താവേ. ഞങ്ങള് ആ യോഹന്നാൻ അപ്പോസ്തലൻ കർത്താവേ പത്മോസ് ദ്വീപില് അവിടുത്തെ മഹത്വത്തെ കണ്ടപ്പോൾ മരിച്ചവനെ പോലെ കർത്താവേ അവിടുത്തെ മുമ്പാകെ സാഷ്ടാംഗം വീണതുപോലെ ഞങ്ങൾ അവിടുത്തെ കാൽപാദത്തിങ്കിൽ ഞങ്ങൾ വീഴുന്നു കർത്താവെ. ഞങ്ങളതിനൊരു പൂജ്യമായിട്ട്, സീറോ ആയിട്ട്, ഒരു പൊടിയായിട്ട് ഞങ്ങളതിനെ താഴ്ത്തുന്ന കർത്താവെ, അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്ര മഹത്വവാനായ, ഇത്ര പരിശുദ്ധനായ ദൈവത്തിന് മുമ്പാകെ അടുത്ത് വരുവാൻ ഞങ്ങൾ ആരുള്ളൂ കർത്താവെ? ഞങ്ങൾ എത്ര പാപികളും ദോഷികളുമാണ് കർത്താവെ. ആ ഒരു അവസ്ഥയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി കർത്താവെ, ഞങ്ങളുടെ ഉള്ള അവസ്ഥയെ അവിടുത്തെ മുമ്പാകെ ആ വെളിച്ചത്തെങ്കിലേക്ക് ഞങ്ങൾ വരുന്നു. അവിടുത്തെ രക്തത്താൽ കർത്താവെ, അവിടുന്ന് കാൽവരി കുരിശിൽ ഞങ്ങളുടെ പാപങ്ങളുടെ ശിക്ഷയ്ക്കായിട്ട് കർത്താവെ അവിടുന്ന് കർത്താവെ ആ ശിക്ഷ ഏറ്റെടുത്ത് ചൊരിഞ്ഞ് ആ നൊന്തും നീറിയും പിടഞ്ഞും ചൊരിഞ്ഞ് ആ തിരു രക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും ഇപ്പോൾ തന്നെ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ശുദ്ധ മനസാക്ഷിയോടെ കർത്താവ് അവിടുത്തെ മുമ്പാകെ ഇരിപ്പാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിച്ചായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ അവിടത്തേക്ക് പ്രസാദകരമല്ലാത്ത എല്ലാ കാര്യങ്ങളെയും കർത്താവെ അതെല്ലാം വിട്ട് വേർതിരിഞ്ഞ് കർത്താവെ അതെല്ലാം വിട്ടുപേക്ഷിച്ച് കർത്താവെ അവിടുത്തെ മുമ്പാകെ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവിടുത്തെ ആത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ ഓരോരുത്തരെയും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുത്തെ വചനത്തിന് മുമ്പാകെ ആയിരിക്കുമ്പോൾ കർത്താവെ അവിടുന്ന് തന്നെ ആ വചനത്തിനായിട്ടുള്ള വലിയൊരു ദാഹം ഞങ്ങൾക്ക് തരണം. യേശു കർത്താവ് ഈ ഭൂമിയിൽ കർത്താവെ ഈ തരുണത്തിൽ ഞങ്ങളുടെ മധ്യത്തിലായിരിക്കുവാണെങ്കിൽ കർത്താവെ അവിടുന്ന് ആ പുനരുദ്ധാന ശരീരത്തോടെ ഞങ്ങളോട് എന്ത് അരുളി ചെയ്യുമായിരുന്നു ആ കാര്യങ്ങളൊക്കെ കേൾക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. അവിടുന്ന് ഇന്നലെ ഇന്നും എന്നും അനന്യനാണ് കർത്താവെ. അവിടത്തേക്കൊന്നും അസാധ്യമായിട്ടില്ല കർത്താവെ. അവിടുന്ന് ഒരു കഴുതിയവരെ കർത്താവെ അവിടുന്ന് സംസാരിക്കാനായിട്ട് ഉപയോഗിച്ചു കർത്താവെ. അവിടുന്ന് കർത്താവെ അടിങ്ങളുടെ നാവോട് കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് തന്നെ വെളിപ്പെടുത്തി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പുനഃനാമത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഞങ്ങൾ ഓരോരുത്തരും കുറഞ്ഞില്ലാതാകട്ടെ. അവിടുന്ന് മാത്രം വളർന്ന് കർത്താവ് എല്ലാമായി നിറയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാം യേശു കർത്താവിന്റെ വിലയേറിയ മാധുര്യമുള്ള നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ. നമ്മള് റോമർക്ക് എഴുതിയ ലേഖനമായിരുന്നു മാസങ്ങളായിട്ട്. നമ്മൾ മാസത്തിൽ ഒരു ബുധനാഴ്ചയായി ഇതുപോലെ കോട്ടേജ് മീറ്റിംഗ് ആയിട്ട് കൂടി വരുമ്പം റോമർക്ക് എഴുതിയ ലേഖനമാണ് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ബുക്ക് ഓഫ് റോമൻസ്, എപ്പിസൽ ടു റോമൻസ്, റോമർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായത്തിൽ തന്നെയാണ് നമ്മൾ മാസങ്ങളായിട്ട് ഇപ്പോൾ ഉള്ളത്. നമ്മൾ വളരെ പതുക്കെ വളരെ ഒരു സ്ലോ മോഷനിൽ പോകുന്ന ആൾക്കാരാണ്. നമ്മൾ കേട്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം. നമ്മൾ അതിന്റെ 8ാമത്തെ വാക്യം വരെയൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ വായിച്ചായിരുന്നു. ഞാൻ ആ വാക്യങ്ങൾ, റോമർക്ക് എഴുതിയ ലേഖനം പൗലോസ് എത്ര ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ 13 ലേഖനങ്ങൾ വ്യക്തമായിട്ട് പൗലോസിൻ്റെതായിട്ടുണ്ട്. ഇനി എബ്രായ ലേഖനവും കൂടെ പൗലോസിനെ ചേർത്തി കൊടുക്കുകയാണെങ്കിൽ 14 ലേഖനങ്ങൾ പൗലോസ് എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിൽ റോമർക്ക് എഴുതിയ ലേഖനത്തിലാണ് കർത്താവിന്റെ സുവിശേഷം ഏറ്റവും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതായിട്ട് നമ്മൾ കാണുന്നത്. അതിന്റെ ഒരു കാരണമൊക്കെ നമ്മൾ കണ്ടായിരുന്നു. റോമർക്ക് എഴുതിയ ലേഖനം, റോമിലെ ഈ സഭയ്ക്ക് പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ പൗലോസ് റോമിലെ ആ വിശ്വാസികളെ അതുവരെ നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നു. ബാക്കിയുള്ള സഭകളൊക്കെ ഇപ്പൊ എഫേസ്യ സഭയും ഗലാത്യ സഭയൊക്കെ കുരിന്ത സഭയൊക്കെ പൗലോസിനാല് ദൈവം പൗലോസിനെ ഉപയോഗിച്ച് അങ്ങ് സ്ഥാപിച്ച സഭകളായിരുന്നു. അപ്പൊ അതുകൊണ്ട് പൗലോസിന് നേരിട്ടുള്ള ഉപദേശങ്ങളൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്, വളരെ ക്രമാനുഗതമായിട്ടൊക്കെ ഏറ്റെടുക്കാൻ ബാക്കിയുള്ള സഭകൾക്കൊക്കെ സാധിച്ചെങ്കിലും റോമിലെ സഭയൊക്കെ അങ്ങനെ സാധിച്ചില്ല. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടായെന്ന് ചോദിച്ചാൽ ദൈവം എല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്നു പറഞ്ഞതുപോലെ നമുക്കുണ്ടായ ഗുണം എന്ന് പറഞ്ഞാൽ എന്താ? അതുകൊണ്ടാണ് പൗലോസ് ഇതുപോലെ ഒരു ലേഖനം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഗോസ്പല് ഈ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്കത് പൗലോസ് അന്ന് എഫേസസിൽ ചെന്നോ ഗലാത്യയിൽ ചെന്നോ കൊരിന്തിൽ ചെന്നോ പ്രസംഗിച്ച പ്രസംഗമൊന്നും അന്ന് ഇതുപോലെ സൂം റെക്കോർഡിങ്ങോ വീഡിയോ റെക്കോർഡിങ്ങോ ഓഡിയോ റെക്കോർഡിങ്ങോ പോലും ഇല്ലാത്തത് കൊണ്ട് നമുക്കത് റെക്കോർഡഡ് ആയിട്ടില്ല. പക്ഷെ ഇപ്പൊ പൗലോസ് ഇത് എഴുതിയതുകൊണ്ട്, റോമർക്ക് എഴുതിയ ലേഖനം അങ്ങ് എഴുതിയത് കൊണ്ട് നമുക്ക് ഇന്നത് തിരുവെഴുത്തിന്റെ ഭാഗമായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്നു. നല്ല വാർത്ത, ഗോസ്പൽ, സുവിശേഷം എന്നുള്ള വാക്ക്, അതാണ് ഇതിന്റെ തീം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കണ്ടു. അതിന്റെ ഇംഗ്ലീഷിലാണെങ്കിൽ ഫോർ ദ ഗോസ്പൽ ഓഫ് ഗോഡ്, അതിന്റെ ആദ്യത്തെ വാക്യത്തിൽ തന്നെ ആ സുവിശേഷം എന്നുള്ള വാക്ക് വരുന്നുണ്ട്. മലയാളത്തിലാണെങ്കിൽ രണ്ടാമത്തെ വാക്യത്തിനകത്ത് തന്നെ പ്രവാചകന്മാർ മുഖാന്തരം മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി. ഞാൻ പറയുന്നത് അങ്ങ് പുറകിലിരിക്കുന്നവർക്ക് വരെ വ്യക്തമായിട്ട് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അഥവാ എന്റെ ശബ്ദം കുറഞ്ഞു പോവാണെങ്കിൽ പറയണം. ഓക്കെ, അപ്പം സുവിശേഷത്തിനായി. അപ്പൊ ആ ഒരു സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു നല്ല വർത്തമാനം, യുവാഞ്ചലിയോൺ എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് വാക്കാണെന്നൊക്കെ നമ്മൾ കണ്ടു. പുതിയ നിയമം ആദ്യം എഴുതപ്പെട്ടത് ഗ്രീക്ക് ഭാഷയിലായിരുന്നു. അപ്പം യുവാഞ്ചലിയോൺ, യു എന്ന് പറഞ്ഞാൽ നല്ലത്, ആംഗലാസ് എന്നുള്ള വാക്കിൽ നിന്നാണ് ഏഞ്ചൽ അല്ലെങ്കിൽ ദൂതൻ എന്നുള്ള വാക്കൊക്കെ വന്നത്. അപ്പം ആംഗലിയോൺ എന്നുള്ള വാക്ക് ദൂത്, നല്ല ദൂത് എന്നുള്ളൊരു അർത്ഥമാണ്. നല്ല ദൂത്, നല്ല വാർത്ത. അപ്പൊ ആ ഒരു നല്ല വാർത്ത എന്താ? നല്ല വാർത്ത എന്താ? ദൈവത്തിന്
നമ്മോടുകൂടി കൂട്ടായ്മ കൂടാനായിട്ട് നമ്മോടുകൂടി ഇപ്പം സ്കൂളൊക്കെ പുതുതായിട്ട് തുറന്നു. അപ്പൊ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചില കുഞ്ഞുങ്ങൾ പറയാം, ഞാൻ നിങ്ങളോട് കൂട്ടുകൂടത്തില്ല. ചിലർ കൂട്ടുകൂടാൻ വരും, ചിലർ കൂട്ട് വെട്ടാൻ വരും. ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ എന്തോ എങ്ങനെ വരുന്നൊക്കെ അങ്ങനെയൊക്കെ കാണിച്ച് കൂട്ടുവെട്ടുന്നു കൂട്ടുകൂടുന്നു എന്നൊക്കെ പറഞ്ഞ് പിള്ളേരെ അങ്ങനെയൊക്കെ കൂട്ടുകൂടുകയൊക്കെ ചെയ്യും. പക്ഷെ സർവ്വത്തെ സൃഷ്ടിച്ചവനായ ദൈവം നമ്മളോടുകൂടി കൂട്ടായ്മ ആഗ്രഹിക്കുന്നു. അതാ സുവിശേഷം. ആ കൂട്ടായ്മയ്ക്കായിട്ടുള്ള തടസ്സം എന്താ? നമ്മളുടെ പാപം, നമ്മളുടെ സ്വയം, നമ്മളെ സ്വയകേന്ദ്രിതമായിട്ടുള്ള ഒരു ജീവിതം, ദൈവത്തിന്റെ പ്രമാണങ്ങളിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ള ഒരു ജീവിതം നമ്മളുടെ ജീവിതം ഉള്ളത്. അപ്പൊ ആ കാര്യങ്ങൾ, അപ്പൊ നാം ദൈവത്തിൽ നിന്ന് നമ്മുടെ പാപം മൂലം, നമ്മളുടെ പാപം എന്ന് പറയുമ്പോൾ നമ്മളിപ്പം വലിയ കൊലപാതകമോ വിചാരമോ ഒന്നും ചെയ്തിട്ടില്ലായിരിക്കും, ഞാൻ വലിയ പട്ടികയിൽപ്പെട്ട പാപമൊന്നും ചെയ്തിട്ടില്ലല്ലോ നമ്മൾ വിചാരിക്കും. എന്നാൽ നമ്മളെല്ലാവരും ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. നമ്മളിവിടെ ഇതേ റോമർക്ക് എഴുതിയ ലേഖനം 3:23 നമ്മൾ അതാ വായിക്കുന്നത്. എല്ലാവരും പാപം ചെയ്ത് ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന എല്ലാവരും ദൈവത്തിന്റെ തേജസ്സിൽ നിന്ന്, ദൈവത്തിന്റെ തേജസ് അത് യേശുക്രിസ്തുവിലാണ് അത് സമ്പൂർണ്ണമായിട്ടും വെളിപ്പെട്ടതെന്നൊക്കെ നമ്മൾ യോഹന്നാൻ 1:14 വാക്യമൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. യേശുവിലാണ് കൃപയും സത്യവും നിറഞ്ഞവനായിട്ട് ആ ദൈവ തേജസ്, പിതാവിന്റെ സ്വഭാവം യേശുവിൽ അത് വ്യക്തമായിട്ട് വെളിപ്പെട്ടു എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പൊ ആ ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ആ ദൈവ തേജസ്സിന്, കർത്താവിന്റെ സ്വഭാവത്തിൽ നിന്ന് വീണു പോയിട്ടുള്ളവരാണ്, അതിൽ നിന്ന് കുറവ് വന്നിട്ടുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പൊ അതുകൊണ്ടാണ് ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നത് എന്താ? നമ്മളെല്ലാവരും പാപികളാണ്. ആ പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുക്കാനായിട്ട് ദൈവം തന്നെ മനുഷ്യനായിട്ട്, ത്രിയേകനായ ദൈവം ദൈവം ഒരാളത്വമാണെങ്കിലും 3 വ്യക്തികളായിട്ടാണ്, 3 വ്യക്തിത്വങ്ങളായിട്ടാണ് ദൈവം സ്ഥിതി ചെയ്യുന്നത്. ദൈവം സ്ഥിതി ചെയ്യുന്ന 3 വ്യക്തിത്വങ്ങൾ ഏതൊക്കെയാ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അപ്പം ആ ദൈവത്തിന്റെ പിതാവാൻ ദൈവത്തിന്റെ വചനമാണ് രണ്ടാമത്തെ വ്യക്തിയായിട്ട് യേശുക്രിസ്തുവായിട്ട് ഈ ഭൂമിയിൽ അവതരിച്ചത്. ഈ റോമർക്ക് എഴുതിയ സുവിശേഷത്തിന്റെ അതിന്റെ 1:2 വാക്യത്തിന്റെ സുവിശേഷത്തിനായിട്ട് ഈ റോമർക്ക് എഴുതിയ ലേഖനത്തിന്റെ ആ ഒരു തീം തന്നെ സുവിശേഷമാണ്. അപ്പൊ സുവിശേഷം എന്ന് പറയുമ്പം അത് പ്രാഥമികമായിട്ടുള്ള ആ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഗോസ്പല് നമുക്ക് സുവിശേഷമൊക്കെ നമ്മൾ കൊച്ചുനാൾ മുതലേ കേൾക്കുന്നല്ലേ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ എന്താണ് ഈ സുവിശേഷം എന്നുള്ള കാര്യം? സിമ്പിളായിട്ട് ആ സുവിശേഷം അതിനൊരു സമ്പൂർണതയുണ്ട്. എന്നാൽ അതിന്റെ പ്രാഥമികമായിട്ടുള്ള ആ ഒരു പാപക്ഷമയുടെ ആ ഒരു സിമ്പിളായിട്ടുള്ള ഗോസ്പൽ ഞാൻ അത് ആദ്യം ഒന്ന് പറഞ്ഞു തുടങ്ങുമായിരുന്നു. അപ്പൊ ആ പാപക്ഷമയുടെ സിമ്പിളായിട്ടുള്ള സുവിശേഷം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നമ്മളോട് കൂട്ടായ്മ കൂടാൻ ആഗ്രഹിക്കുന്നു, ദൈവം നമ്മളോട് കൂട്ടുകൂടാൻ ആഗ്രഹിക്കുന്നു, നമ്മളോടുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു സ്നേഹബന്ധത്തിലേക്ക് വരാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. അപ്പൊ അതിനായിട്ടുള്ള തടസ്സം നമ്മളുടെ പാപമാണ്. നമ്മളെല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീരുന്നു എന്ന് നമ്മളിവിടെ റോമർ 3:23 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ മനസാക്ഷിയോട് ചോദിച്ചാൽ നമുക്കറിയാം, നമ്മൾ ദൈവത്തിന്റെ സ്വഭാവത്തിൽ നമ്മൾ ഒത്തിരി വീണു പോയിട്ടുള്ളവരാണ്. നമ്മളുടെ ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും ഒക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ തെറ്റിപ്പോയിട്ടുള്ളവരാണ്. അപ്പൊ അത് നമ്മൾ ദൈവത്തിന്റെ വെളിച്ചത്തെങ്കിലേക്ക് വന്ന്, കർത്താവേ ഈ പാപമാണല്ലോ, അങ്ങയും ഞാനുമായിട്ടുള്ള ആ ബന്ധത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഈ പാപമാണ് എന്നുള്ളൊരു കാര്യം തിരിച്ചറിഞ്ഞ് ആ പാപത്തിന്റെ ശിക്ഷ എന്താണ്? ആ പാപത്തിന്റെ ശിക്ഷ നിത്യമായിട്ടുള്ള മരണമാണ്. ഇതേ റോമർ 6:23 വാക്യത്തിൽ എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. റോമർ 6 23 വാക്യത്തിൽ പറയുന്ന പാപത്തിന്റെ ശമ്പളം മരണമാണ്. അത് നിത്യമായിട്ടുള്ള മരണം എന്ന് വെച്ചാൽ നമ്മൾ ശാരീരികമായിട്ട് മരിക്കുന്നത് എല്ലാവരും മരിക്കും. അപ്പൊ അതുകൊണ്ട് പാപത്തിന്റെ ശമ്പളം അങ്ങ് തീർന്നു പോയാൽ മരിച്ചതിന് ശേഷം എല്ലാവരും ദൈവത്തിന് അങ്ങ് സ്വർഗത്തിലേക്ക് എടുക്കേണ്ടി വരും. അപ്പൊ ശാരീരിക മരണമല്ല, പാപത്തിന്റെ ശിക്ഷ, നമ്മളുടെ ജീവിതത്തിലെ പാപം, അതായത് നമ്മളുടെ ജീവിതത്തിലെ തെറ്റായിട്ടുള്ളൊരു ചിന്ത, തെറ്റായിട്ടുള്ളൊരു വാക്ക്, തെറ്റായിട്ടുള്ളൊരു പ്രവൃത്തി, ഏതൊരു എന്ത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ യേശുവിന്റെ സ്വഭാവത്തിൽ നിന്ന് വ്യത്യാസമായിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം പാപമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാവരും പാപികളാണെന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് നമ്മൾ വരണം. യേശുക്രിസ്തു ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയല്ല മരിച്ചേ, മുസ്ലിങ്ങൾക്ക് വേണ്ടിയല്ല, ഹിന്ദുക്കൾക്ക് വേണ്ടിയല്ല മരിച്ചു. പിന്നെ ആർക്ക് വേണ്ടിയാ മരിച്ചേ? കർത്താവ് പാപികൾക്കായിട്ടാ മരിച്ചേ. കേൾക്കുന്നുണ്ടോ കുഞ്ഞൂസ്? ആർക്ക് വേണ്ടിയാ മരിച്ചു? ജീസസ് ഡൈഡ് ഫോർ ദ സിന്നേഴ്സ്, ഫോർ മീ, വി ഓൾ ആർ സിന്നേഴ്സ്. നമ്മളെല്ലാവരും, കുഞ്ഞുങ്ങൾ കേൾക്കുന്നില്ലേ ജോഹാൻ? ഇപ്പൊ നമുക്ക് വേണ്ടിയൊക്കെ നമ്മളെല്ലാവരും പാപികളാ. അപ്പൊ ആ പാപിയായിട്ടുള്ള നമുക്ക് വേണ്ടിയാണ് കർത്താവ് മരിച്ചത്. അപ്പൊ അതിനായിട്ട് ദൈവം, അപ്പൊ നമ്മളുടെ ഈ പാപത്തിന്റെ ശിക്ഷ നിത്യമായിട്ടുള്ള നരകശിക്ഷ ആയതുകൊണ്ട്, ഒറിജിനലി സ്പീക്കിംഗ്, യഥാർത്ഥമായിട്ട് ന്യായമായിട്ട് പറഞ്ഞാൽ നമ്മളെ എല്ലാവരെയും നിത്യമായിട്ടുള്ള നരകത്തിലേക്ക് തള്ളിയിടാനേ ദൈവത്തിന്റെ നീതി അനുവദിക്കത്തുള്ളൂ. പക്ഷേ ദൈവത്തിന്റെ സ്നേഹം, ദൈവം നീതിമാനായിരിക്കുന്ന പോലെ, വിശുദ്ധനായിരിക്കുന്ന പോലെ തന്നെ കർത്താവ് പരിശുദ്ധനായിരിക്കുന്ന പോലെ കർത്താവ് നീതിമാനുമാണ്. കർത്താവ് ജസ്റ്റ് ആണ്, റൈച്ചസ് ആണ്. നീതിമാനായിരിക്കുന്ന പോലെ കർത്താവ് സ്നേഹവാനുമാണ്. ഗോഡ് ഇസ് ലവ്, ദൈവ സ്നേഹമാകുന്നു. 1 യോഹന്നാൻ
4:8-16 ഒക്കെ നമ്മൾ അതാ വായിക്കുന്നത്, ദൈവം സ്നേഹമാകുന്നു. അപ്പം ആ സ്നേഹമാകുന്ന ദൈവത്തിന് എങ്ങനെയാണ് നമ്മളെല്ലാവരും കൂടെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ സാധിക്കുന്നത്? അപ്പൊ അതുകൊണ്ട് ദൈവം തന്നെ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്നു. അതായിരുന്നു യേശു ക്രിസ്തു. പിതാവായ ദൈവത്തിന്റെ വചനമാകുന്ന ക്രിസ്തു അഭിഷിക്തൻ ഒരു മനുഷ്യരൂപം എടുത്ത്, ഒരു കന്യകയിൽ ഗർഭം ധരിച്ച്, പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ച് ഒരു മനുഷ്യരൂപം എടുത്ത് കർത്താവ് 2000-ഓളം വർഷങ്ങൾക്ക് മുമ്പേ ഇസ്രായേൽ ദേശത്ത് ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് എന്നുള്ള ഒരു ചരിത്ര യാഥാർത്ഥ്യമോ, അതൊരു ഐതിഹ്യമോ കഥയോ ഇതിഹാസമോ ഒന്നും അല്ല. അത് മറിച്ചൊരു ചരിത്ര യാഥാർത്ഥ്യം. ഇന്ന് നമ്മൾ 2026 നമ്മളിവിടെ പറയുമ്പോൾ, ഇന്ന് നമ്മൾ ഡേറ്റ് പറയുമ്പോൾ 2026 ജൂൺ 3-ാം തീയതി നമ്മൾ പറയുന്നു. അപ്പം യഥാർത്ഥത്തിൽ ഈ 2026 എവിടുന്ന് വന്നതാ ആ സംഖ്യ? കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നിട്ട് 2026 വർഷമായെന്ന് നമ്മൾ പറയുന്നത്. AD 2026 നമ്മൾ പറയുന്നത്. AD എന്ന് പറഞ്ഞാൽ അന്നാ ഡോമിനി, അല്ലെങ്കിൽ ഇയർ ഓഫ് ദ ലോർഡ്. ആഫ്റ്റർ കോമൺ ഇറ അല്ലേ? ആഫ്റ്റർ കോമൺ ഇറ, ബിഫോർ കോമൺ ഇറ എന്നൊക്കെ കുറച്ചുകൂടി ഇപ്പൊ AD BC, ബിഫോർ ക്രൈസ്റ്റ്, അന്നാ ഡോമിനി എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ ഇനിയിപ്പോ അതിന്റെ ഫുൾ ഫോം തിരഞ്ഞ് അഥവാ ക്രിസ്തുവിനെ കാണാൻ ആരെങ്കിലും കണ്ടെത്തി പോയാലെന്ന് പേടിച്ച് എന്താ ക്രിസ്തീയ വിരോധികളായിട്ടുള്ള ചരിത്രകാരന്മാരെല്ലാവരും കൂടെ സമ്മർദ്ദം ചെലുത്തി ഈ AD BC എന്നുള്ളതൊക്കെ ഇപ്പം പുതിയ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ അങ്ങ് മാറ്റിയിട്ട് ACE BCE എന്നാക്കി. ഇത് ആഫ്റ്റർ കോമൺ ഇറ, ബിഫോർ കോമൺ ഇറ. അപ്പൊ ആ ക്രൈസ്റ്റ് അതിനകത്ത് നിന്ന് പോകണം. ഈവൻ ക്രിസ്മസ് എന്ന് എഴുതുമ്പോൾ പോലും അവർ എക്സ്മസ് എന്നാക്കി കളയും. എന്താ, ആ ക്രൈസ്റ്റ് അങ്ങ് മാറ്റിയിട്ട് എക്സ് എന്നാക്കി കഴിഞ്ഞാൽ അവർക്ക് ചിലർ മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കത്തില്ല, പക്ഷെ എങ്കിലും അതിലൊക്കെ ഏതോ ഒരു റോമൻ ചക്രവർത്തിയാണ് ആദ്യമായിട്ട് ഈ ക്രിസ്മസിന് എക്സ്മസ് എന്നാക്കി എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് ആ ഒരു ക്രൈസ്റ്റ് അങ്ങ് എടുത്ത് കളയും. വെച്ചാൽ അതാണ് ഇപ്പം തന്നെ നമ്മളുടെ നമ്മുടെ ചർച്ചിന്റെ SBI ബാങ്ക് അക്കൗണ്ടിന്റെ അതിന്റെ ആ ഒരു SBI യോനോയിൽ അതിന്റെ ഇത് വരുമ്പോ ക്രിസ്ത്യൻ എന്നുള്ളതിനെ അവർ എക്സ്റ്റെൻഡ്, അത് നമുക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ക്രൈസ്റ്റിനെ എടുത്ത് കളയാൻ ചിലപ്പോൾ മനഃപൂർവ്വമായിട്ട് അവർ ചെയ്തതായിരിക്കത്തില്ല, പക്ഷെ അതിന്റെ ഒരു സിസ്റ്റത്തിൽ അങ്ങനെ ആ ഒരു ക്രൈസ്റ്റിനെ അങ്ങ് എടുത്ത് കളയാനാണ് ലോകക്കാർക്ക് താല്പര്യം. പക്ഷേ സാധാരണ എത്ര ശ്രമിച്ചാലും ക്രൈസ്റ്റിനെ എടുത്ത് കളയാനൊക്കത്തില്ല. മറിച്ച് ചരിത്രത്തിന്റെ യാഥാർത്ഥ്യമായിട്ട് ചരിത്രത്തെ തന്നെ രണ്ടായിട്ട് കീറി മുറിച്ചുകൊണ്ട് AD BC ആയിട്ട് ചരിത്രത്തെ രണ്ടായി കീറി മുറിച്ച് നസ്രയത്തിലെ തച്ചനായിട്ടുള്ള കർത്താവ്, ഈ തച്ചന്മാര് പനപ്പണിക്കാർ എന്താ ചെയ്യുന്നത്? ഒരു തടിക്കഷ്ണം ഉണ്ടെങ്കിൽ വെട്ടൊന്ന് മുറി രണ്ട് എന്ന് പറഞ്ഞതുപോലെ ചരിത്രത്തെ തന്നെ കർത്താവ് എന്ത് ചെയ്തു? രണ്ടായിട്ടങ്ങ് വേർതിരിച്ചു, BC ആൻഡ് AD. അല്ലെങ്കിൽ അത് ACE BCE എന്ന് ഇനിയിപ്പം വേറെ എന്തെങ്കിലുമൊക്കെ മാറ്റി മാറ്റി പറഞ്ഞാലും അവസാനം എല്ലാ കണക്ക് കൂട്ടലുകളുടെ കാര്യങ്ങളും എല്ലാം ഈ നമ്മുടെ ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ആയതുകൊണ്ട്, ഗ്രിഗോറിയൻ കലണ്ടർ എന്നാണ് നമ്മുടെ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ജനുവരി ഫെബ്രുവരി ഉള്ള കലണ്ടറിനെ പറയുന്നത്. ഇപ്പൊ ആ ഗ്രിഗോറിയൻ കലണ്ടർ പോലെ എല്ലാ കമ്പ്യൂട്ടറും AI വരെ എല്ലാം ആയി പോയത് കൊണ്ട് അവർക്ക് ഇനി ഒന്നും മാറ്റാൻ പറ്റാതായിപ്പോയി. അത് ദൈവം തന്നെ അതിന്റെ ഒരു ഗോഡ് ക്യാച്ചസ് ദ വൈസ് ഇൻ ദെയർ ഓൺ ക്രാഫ്റ്റ്നെസ്. ദൈവം 1 കൊരിന്ത്യർ 3:21 നോക്കട്ടെ, 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന് 21 തോന്നുന്നു. ദൈവം ഗോഡ് ക്യാച്ചസ്, എന്റെ മലയാളം വിഷയം ഒന്നുകൂടെ നോക്കട്ടെ. 3:19 വാക്യം, 1 കൊരിന്ത്യർ 3:19 ഇങ്ങനെ പറയുന്നത്: ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവസന്നിധിയിൽ ഭോഷത്വം അത്രേ, അവൻ ജ്ഞാനികളെ അവരുടെ കൗശലത്തിൽ പിടിക്കുന്നു. അതാ ഗോഡ് ക്യാച്ചസ് ദ വൈസ് ഇൻ ദെയർ ക്രാഫ്റ്റ്നെസ്. വലിയ ജ്ഞാനികള്, വലിയ കൗശലക്കാരായിട്ട് ഉള്ള എന്നാൽ ജ്ഞാനികളെ അവരുടെ കൗശലത്തിൽ തന്നെ പിടിക്കുന്ന ഒരു സർവശക്തനായ ദൈവമാണ് നമുക്കുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ആ ഒരു കർത്താവ് ദൈവം തന്നെ ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് അവതരിച്ചു, ക്രൂശിലേറി കർത്താവ് ക്രൂശിക്കപ്പെട്ടു. കർത്താവ് ഒരു ക്രൂശ് മരണം, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്നുള്ളത് അത് സെക്യുലർ ഹിസ്റ്റോറിയൻസ്, അതായത് അക്രൈസ്തവരായ ക്രിസ്ത്യാനിത്വത്തോടെ ഒരു കൂറുമില്ലാതിരുന്ന ചരിത്രകാരന്മാരായിട്ടുള്ള ജോസഫസ് എന്നൊക്കെ പറയുന്ന ചരിത്രകാരന്മാർ, അത് യഹൂദ ചരിത്രകാരനായിരുന്നു. അദ്ദേഹം ക്രിസ്ത്യാനായിട്ട് മാറിയ ആളല്ല, പുള്ളി ഒരു യഹൂദ ചരിത്രകാരൻ. എന്നാൽ പുള്ളി അങ്ങനെ ചരിത്രകാരന്മാർ പോലും യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം അത് നടന്നിട്ടുള്ള ഒരു ചരിത്ര യാഥാർത്ഥ്യമായിട്ട് ചരിത്ര രേഖകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പക്ഷെ ഖുറാൻ എഴുതിയ ഖുറാനിൽ പക്ഷെ ഇത് ഈസാ നബി എന്നൊക്കെ ഏതോ ഒരു പേരിട്ട് വിളിച്ച് എന്തോ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കർത്താവ് ക്രൂശിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള രീതിയിൽ അതിനെ വേറൊരു രീതിയിൽ വ്യാഖ്യാനം ചെയ്യുന്ന മതസമൂഹങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ചുറ്റുമുണ്ട്. അത് അവരുടെ അറിവില്ലായ്മ ചെയ്യുന്നതാണ്. അവരെ കല്ലെടുത്തെറിയാനല്ല, മറിച്ച് നമ്മൾ ഈ കാര്യങ്ങളുടെ ഒരു വസ്തുത വെച്ചാൽ ആ ഒരു യേശുവിന്റെ ആ ഒരു ക്രൂശ് മരണം, കർത്താവ് ക്രൂശിൽ മരിക്കേണ്ടതിന്റെ ആവശ്യകത എന്തായിരുന്നു? കർത്താവിന് നമ്മളെ എങ്ങനെങ്കിലും ഒന്ന് വീണ്ടെടുത്തൂടെ? എന്നുവെച്ചാൽ ദൈവത്തിന്റെ നീതിയിൽ രക്തച്ചൊരിച്ചിലില്ലാതെ, രക്തം ചൊരിയാതെ പാപത്തിന് വിമോചനമില്ല എന്നാണ്
ദൈവത്തിന്റെ പ്രമാണം. എബ്രായർ 9-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ നമ്മളത് കാണുന്നുണ്ട്. രക്തച്ചൊരിച്ചിൽ, രക്തത്തിലാണ് പ്രാണനുള്ളത്. നമ്മൾ ലേവ്യ പുസ്തകം 17:11 അത് കാണുന്നുണ്ട്. അപ്പൊ ആ പ്രാണൻ, രക്തത്തിലാണ് ജീവനുള്ളത് അല്ലെങ്കിൽ പ്രാണനുള്ളത്. അപ്പൊ ആ പ്രാണന്റെ ചൊരിച്ചിലില്ലാതെ പാപത്തിന് ക്ഷമയില്ലായിരുന്നു. അത് പഴയ നിയമത്തിൽ അങ്ങനെ ആയിരുന്നു ദൈവത്തിന്റെ പ്രമാണം. അപ്പൊ അതുകൊണ്ട് നിർദോഷനായിട്ടുള്ള കുഞ്ഞാടായിട്ടുള്ള കർത്താവ് യേശു തന്നെ ഒരു പാപയാഗമായിട്ട്, കർത്താവ് ഒരു കുഞ്ഞാട് അവിടെ ഒരു പാപയാഗമായിട്ട് പഴയ നിയമത്തിലായി തീർന്നിരുന്നത് പോലെ നിർദോഷനായിട്ടുള്ള ആ പാപമില്ലാത്ത കുഞ്ഞാടാകുന്ന കർത്താവ് ക്രൂശില് നമ്മളുടെ പാപത്തിന് ശിക്ഷ, നമ്മൾ നിത്യമായിട്ട് സഹിക്കേണ്ട ആ നരകയാതന കർത്താവ് കാൽവരി കുരിശിൽ ആ 3 നാഴിക നേരം കൊണ്ട് കർത്താവ് ആ ശിക്ഷയെല്ലാം ചുവന്നൊഴിച്ച് ആ അവസാനത്തുള്ള രക്തവും ചൊരിഞ്ഞു, തന്റെ ആ ഒരു പ്രാണരക്തമെല്ലാം കർത്താവ് ചൊരിഞ്ഞു. ആ പാപയാഗമാകുന്ന മൃഗത്തിന്റെ രക്തമെല്ലാം അൾത്താരയുടെ ചുവട്ടിൽ ഒഴിച്ചു കളയണമെന്ന് നമ്മൾ ലേവ്യ പുസ്തകം 4-ാം അധ്യായത്തിൽ, ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. നമ്മൾ ആ വാക്യങ്ങളൊക്കെ എടുത്ത് വായിച്ചിട്ടുള്ളതാണ്, അതിലേക്ക് പോകുന്നില്ല. അപ്പൊ അങ്ങനെ അവസാനത്തുള്ള രക്തവും കർത്താവ് ചൊരിഞ്ഞ് കർത്താവ് ആ നിത്യമായിട്ടുള്ള നരകാഗ്നി എല്ലാം എനിക്ക് വേണ്ടി, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി, വേറെ ആരും ഈ ലോകത്ത് പാപിയായിട്ടില്ലായിരുന്നെങ്കിൽ പോലും കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ആ ശിക്ഷ ഏറ്റെടുത്തു. നമ്മൾ കുഞ്ഞുങ്ങൾ ഓരോരുത്തരും നിങ്ങളെ ആ കാര്യം വേറെ ആരും, ഇവന് നോ അതർ സിന്നർ വാസ് ദേർ ഓൺ ദ ഹോൾ എർത്ത്, ജീസസ് വേറെ, ദേർ വാസ് നോ അതർ സിന്നർ, ഒരു ലോകത്ത് ഒരു പാപിയും വേറെ ആരും പാപികളായിട്ടില്ലായിരുന്നെങ്കിൽ പോലും കർത്താവ് എനിക്ക് വേണ്ടി വന്ന് മരിക്കുമായിരുന്നു. അതുപോലെ കർത്താവ് നമ്മൾ ഓരോരുത്തരെയും പേഴ്സണലായിട്ട്, വ്യക്തിപരമായിട്ട് സ്നേഹിക്കുന്നത്. അപ്പൊ ആ ഒരു വെളിപ്പാട് നമുക്ക് വേണം. അതുപോലെ കർത്താവിനെ വ്യക്തിപരമായിട്ട് സ്നേഹിക്കുന്നു. കർത്താവ് ലോകത്തിന് വേണ്ടി എല്ലാവർക്കും വേണ്ടി എന്തോ മരിച്ചു, ക്രൂശി മരിച്ചു. ഇങ്ങനെ ദുഃഖ വെള്ളിയാഴ്ചയും ക്രിസ്മസിനും ഒക്കെ നമ്മൾ പള്ളിയിൽ പോയി എന്തെങ്കിലുമൊക്കെ കുറെ ആചാരങ്ങളായിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ചടങ്ങ് പോലുള്ള എന്തെങ്കിലും ഒരു ചടങ്ങാചാരം നമ്മുടെ തമിഴ് സഹോദരങ്ങൾ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു ചടങ്ങല്ല, മറിച്ച് ഇതൊരു യാഥാർത്ഥ്യമാണ്. ദൈവം സർവ്വത്തെ സൃഷ്ടിച്ച ആ ദൈവം അതിനുമായിട്ടുള്ള ഒരു കൂട്ടായ്മ ആഗ്രഹിച്ച് ദൈവം തന്നെ അതിന്റെ പ്രതിവിധിയായിട്ട് കർത്താവ് തന്നെ, ദൈവം തന്നെ വന്ന് ഈ ഭൂമിയിൽ കർത്താവ് ക്രൂശില് കർത്താവ് ഒരു യാഗമായി തീർന്നു. കർത്താവ് മരിച്ച് കർത്താവ് ഉയർത്തെഴുന്നേറ്റു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും കർത്താവ് പിതാവിന്റെ വലതുഭാഗത്ത് എനിക്കായിട്ട് പക്ഷപാതം ചെയ്യുന്നവനായിട്ടുണ്ട്. അപ്പൊ ഇന്ന് ആ യേശുവിന്റെ സ്നേഹത്തെ ഞാൻ കണ്ട് കർത്താവിന് മുമ്പാകെ ഞാൻ എന്റെ ജീവിതം കർത്താവ് ഞാൻ ഇനി എനിക്കായിട്ടല്ല, ഞാൻ എനിക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റവനായ കർത്താവിന് വേണ്ടി ഞാൻ ജീവിക്കും എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ സമർപ്പിക്കുന്നിടത്താണ് യഥാർത്ഥത്തിലുള്ളൊരു വീണ്ടും ജനം നടക്കുന്നത്. അതായത് യഥാർത്ഥത്തിൽ നമ്മളുടെ നമുക്കൊരു ദൈവം ഒരു ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി, തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവ് ദൈവം തന്നിട്ടുണ്ട്. അവിടെ നമുക്ക് ഒന്നിനും ദൈവത്തിന് കീഴടങ്ങാം, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നമുക്ക് അങ്ങ് ജീവിക്കാം. നമ്മളിനിപ്പോ എന്തെല്ലാം മത ആചാരങ്ങള് ബൈബിൾ തന്നെ കാണാതെ പിടിച്ചെന്ന് ഇരിക്കട്ടെ, നമ്മള് ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ഒത്തിരി പൈസ കൊടുക്കുന്നിരിക്കട്ടെ, ഒരുപാട് പാവങ്ങളെ സഹായിക്കുന്നു, ഒരുപാട് നല്ല പ്രവൃത്തികൾ ചെയ്യുന്നു, പള്ളിയിൽ മുടങ്ങാതെ പോകുന്നു, കുർബാന സ്വീകരിക്കുന്നു, ഒരുപാട് മതപരമായിട്ടുള്ള ഒത്തിരി ആചാരങ്ങളും വലിയ വലിയ പ്രവൃത്തികളും വലിയ നമ്മൾ തന്നെ നമ്മളെ തന്നെ വളരെ വലിയ പാപമൊന്നും ചെയ്യാതെ നമ്മളെ തന്നെ ഇങ്ങനെ സൂക്ഷിക്കുന്നു എന്നൊക്കെ ഇരിക്കട്ടെ. പക്ഷേ നമ്മളുടെ ജീവിതം കർത്താവേ, ഞാൻ എന്റെ പാപങ്ങൾക്കായിട്ട് അവിടുന്ന് മരിച്ചു ഉയർത്തെഴുന്നേറ്റു, ഇനി എനിക്കായിട്ട് ഞാൻ ജീവിക്കത്തില്ല, അവിടത്തേക്കായിട്ട് ഞാൻ ജീവിക്കും എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതം സമർപ്പിക്കാതെ നമ്മളിനി എന്തെല്ലാം വലിയ വലിയ കാര്യങ്ങൾ തലകുത്തി പറഞ്ഞ് ചെയ്യുമെന്ന് പറഞ്ഞാലും നമ്മളുടെ നല്ല പ്രവൃത്തികളെല്ലാം അഴുക്ക് പുരണ്ട തുണി പോലെയാണെന്നാണ് യെശയ്യാവ് 64-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പൊ അത് ദൈവത്തിന് ഒരിക്കലും സ്വീകാര്യമായിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മളുടെ മതപരമായിട്ടുള്ള ചടങ്ങുകളോ നമ്മുടെ സൽപ്രവൃത്തികളോ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ദൈവത്തിന് വിശുദ്ധിക്ക് ചേർന്ന കാര്യങ്ങളല്ല, മറിച്ച് നമ്മൾ കർത്താവേ ഞാനൊരു പാപിയാണെന്ന് സമ്മതിച്ച് നമ്മുടെ ജീവിതത്തെ, നമ്മളുടെ ആ സ്വന്തം ഇഷ്ടത്തെ, നമുക്ക് എനിക്കായിട്ട് തന്നെ ജീവിക്കാം, നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള നമ്മളുടെ ആ ഒരു റൈറ്റ് ഉണ്ട്, ഒരു അവകാശം. അത് ദൈവത്തിന് മുമ്പാകെ അടിയറവ് പറഞ്ഞ് കർത്താവേ എനിക്ക് ഇനി എന്റെ ഇഷ്ടപ്രകാരം ജീവിക്കണ്ട, അവിടുത്തെ ഇഷ്ടപ്രകാരം ജീവിക്കാനായിട്ട് ഞാൻ എന്നെ തന്നെ തരുന്നു. എന്റെ ജീവിതത്തിന് നാഥനായിട്ട്, ഉടയവനായിട്ട്, രക്ഷകനായിട്ട് കർത്താവേ എന്റെ ജീവിതത്തിന്റെ നിയന്ത്രിതാവായിട്ട് അങ്ങേ ഞാൻ അവരോധിക്കുന്നു. ഇതുവരെ ഞാൻ തന്നെ നിയന്ത്രിച്ച് ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ കുഴി ചെന്ന് ചാടിച്ചു, കാർ ഡ്രൈവ് ചെയ്ത് നമ്മളെന്തെങ്കിലും കുഴി കൊണ്ട് ചാടിച്ചു. അപ്പൊ ഇനിയിപ്പോ ഡ്രൈവിംഗ് സീറ്റ് ഇനി ഡ്രൈവിംഗ് അറിയാവുന്ന ആളിൽ നിന്ന് ഓടിച്ചാട്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഡ്രൈവിംഗ് സീറ്റ് മാറിക്കൊടുക്കും അല്ലേ എന്ന് പറയുന്നത് പോലെ കർത്താവിന് നമ്മുടെ ജീവിതത്തിന് ഡ്രൈവിംഗ് സീറ്റ് അങ്ങ് മാറിക്കൊടുത്ത്, കർത്താവ് ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ കുറെ കൊക്കയിലൊക്കെ കൊണ്ട് ചാടിച്ച് ഈ പരുവത്തിലെത്തി. കർത്താവ് ഇനി ഡ്രൈവിംഗ് സീറ്റിലോട്ട് ഞാൻ ഇരിക്കുന്നില്ല കർത്താവ്, ഞാൻ അങ്ങേക്ക് ഇതങ്ങ് തരുക കർത്താവ്, അവിടെ തന്നെ നിയന്ത്രിക്കണം. അതാ കർത്താവ് എന്ന് പറയുന്ന വാക്കിന് അർത്ഥം അതാ. കർത്താവ് നമ്മളങ്ങ് പറയും, പക്ഷെ കർത്താവിന്ന് വിളിക്കുന്നവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന് ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതെന്നാണ് മത്തായി
7:21 വാക്യത്തിൽ ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറഞ്ഞേക്കുന്നത്. അപ്പൊ കർത്താവിന്റെ പ്രാഥമികമായിട്ടുള്ള ഇഷ്ടം എന്താ? നമ്മളെ ജീവിതം കർത്താവിനായിട്ട് അങ്ങ് സമർപ്പിക്കുക. നമ്മുടെ ജീവിതത്തിന് നമ്മൾ ഇന്ന് നമ്മളോട് തന്നെ, നമ്മൾ ഓരോരുത്തരോട്, നമ്മൾ ചിലപ്പം വർഷങ്ങളായിട്ട് വീണ്ടും ജനനം പ്രാപിച്ചവർ തന്നെ കാണും, പക്ഷെ വീണ്ടും ജനനത്തെ കുറിച്ചൊരു ഉറപ്പില്ലാത്തവർ കാണും. പക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ കർത്തൃത്വം ഇന്ന് ആർക്കാ ഉള്ളത്? ഡ്രൈവിംഗ് സീറ്റിൽ ആരാ ഇരിക്കുന്നത്? ആരാ നമ്മളെ നിയന്ത്രിക്കുന്നത്? ആരുടെ നിയന്ത്രണത്തിലാണ് നമ്മളുള്ളത്? നമ്മളെ തന്നെ അങ്ങ് നിയന്ത്രിച്ച് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങ് ജീവിച്ചു പോവുകയാണെങ്കിൽ നമ്മൾ അതുപോലെ വിശാലമായ രീതിയിൽ നേരെ ചെന്ന് നിത്യമായിട്ടുള്ള നരകത്തിലേക്ക് ചെന്ന് വീഴും. എന്നാൽ നമ്മൾ ഇന്ന് ഒരു സമർപ്പണത്തിലേക്ക് വരും. കർത്താവേ, ഞാൻ എനിക്കായിട്ടൊക്കെ ജീവിച്ച്, ഞാൻ തന്നെ ജീവിച്ച് മടുത്ത് കർത്താവേ, എനിക്കായിട്ട് ജീവിക്കേണ്ട, എനിക്ക് വേണ്ടി മരിച്ചു വരുന്നേറ്റ് എന്നെ ഇത്രയധികം സ്നേഹിച്ച് എനിക്ക് വേണ്ടി അവസാനത്തുള്ള രക്തവും ചൊരിഞ്ഞ് കർത്താവെ എനിക്ക് വേണ്ടി മരിച്ചു വരുത്തെഴുന്നേറ്റ് ആ യേശുവിനായിട്ട് എനിക്ക് ജീവിക്കണം, അങ്ങക്ക് ഞാൻ എൻ്റെ ജീവിതത്തെ അങ്ങ് തരുന്ന കർത്താവെ എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നമ്മൾ താഴ്ത്തി ഏൽപ്പിക്കുവാണെങ്കിൽ കർത്താവിന്റെ രക്തത്താൽ നമുക്ക് കഴുകപ്പെടാനായിട്ട് പറ്റും. കർത്താവ് നൊന്ത് നിറയും ചുരിഞ്ഞ രക്തം നമ്മളെ എല്ലാ പാപത്തിന്റെ കറകളെല്ലാം ശുദ്ധീകരിക്കും. അങ്ങനെ കർത്താവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ സ്വീകരിക്കണം. നമ്മൾ കർത്താവ് ഇനി ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരമല്ല അവിടുത്തെ ഇഷ്ടപ്രകാരം ജീവിക്കാനായിട്ട് ഞാൻ എന്നെ തന്നെ തരുന്നു എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് നമ്മുടെ ഹൃദയത്തിലേക്ക് വരാൻ വെക്കും. ആ കർത്താവിന്റെ രക്തം നമ്മളുടെ ഹൃദയത്തിന്റെ കണ്ണുകളാകുന്ന ആ മനസാക്ഷിയെ ശുദ്ധമാക്കും. ആത്മാവിന്റെ കണ്ണുകൾ അല്ലെങ്കിൽ ഹൃദയത്തിന്റെ കണ്ണുകളാകുന്ന മനസാക്ഷിയെ ശുദ്ധമാക്കി പരിശുദ്ധാത്മാവിന് നമ്മുടെ ഹൃദയത്തിലേക്ക് വരാനൊക്കും. കർത്താവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട ഒരു ഹൃദയത്തിലേക്ക് ദൈവാത്മാവിന് വരാനൊക്കെ ഉള്ളൂ. പരിശുദ്ധമായിട്ട് ആത്മാവ് അശുദ്ധമായിട്ടുള്ള ഹൃദയത്തിലേക്ക് വരാനൊക്കെയില്ല. അപ്പൊ നമ്മളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നമ്മളുടെ ജീവിതത്തെ യേശുവിനായിട്ട് നമ്മൾ ചിലപ്പോൾ പപ്പയും മമ്മിയും പറഞ്ഞ് അനുസരിക്കാതിരുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ ആയിട്ടുള്ള നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വാശി പിടിച്ചതായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പം ചില കാര്യങ്ങൾ പറഞ്ഞനുസരിക്കാതിരുന്നതായിരിക്കും. ടീച്ചർ അനുസരിക്കാതിരുന്നു, ചിലപ്പോൾ തർക്കത്തിനും പറഞ്ഞായിരിക്കും. പക്ഷെ എന്താണെങ്കിലും നമ്മുടെ മനസാക്ഷി നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലെ എല്ലാ പാപങ്ങളും, ചെറുതും വലുതുമായിട്ടുള്ള പാപങ്ങളും, അതെല്ലാം നമ്മൾ ഏറ്റു പറഞ്ഞ് കർത്താവ് ഇനി ഞാൻ എനിക്ക് വേണ്ടിയല്ല, ഐ വോണ്ട് ലിവ് ഫോർ യു ജീസസ് എന്ന് പറഞ്ഞ് നമ്മളുടെ ജീവിതം അങ്ങ് കർത്താവിനായിട്ട് അങ്ങ് നമ്മൾ കൊടുക്കണം. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു കർത്താവിനുള്ള ഒരു കൂട്ടായ്മ. അതാ ഞാൻ പറഞ്ഞു വന്ന് ജീവിതത്തിൽ നമ്മളോട് കൂട്ടുകൂടാൻ ആഗ്രഹമുണ്ട്. കർത്താവ് നമ്മളോട് കൂടി ഒരു കൂട്ടായ്മ, ഒരു ഫെലോഷിപ്പ്, ഒരു സ്നേഹബന്ധത്തിലേക്ക്, അപ്പം മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ ആ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ട് കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവിൽ വന്നാൽ മാത്രമേ യേശുവായിട്ടുള്ള ഒരു സ്നേഹബന്ധത്തിലേക്ക്, ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് നമ്മൾ വരികയുള്ളൂ. അതാ സുവിശേഷം. സുവിശേഷത്തിന്റെ ഒരു തുടക്കം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ ആ സുവിശേഷത്തിന്റെ പാരമ്യം വരെ വായിക്കുന്നുണ്ട്. അങ്ങനെ കർത്താവിനുള്ള ആ സ്നേഹബന്ധത്തിൽ വളർന്ന് കർത്താവിന്റെ സ്വരൂപത്തിലേക്ക് അനുരൂപപ്പെട്ട് സാത്താനെ നമ്മുടെ കാൽക്കീഴിൽ അവനെ ചവിട്ടിക്കളഞ്ഞ് നമ്മൾ ജയാളിയായിട്ട് കർത്താവിനോടൊപ്പം ജീവിക്കുന്ന സഭയായിട്ട്, ശരീരഭാഗുന്ന സഭയായിട്ട് ചേർന്ന് പണിയപ്പെട്ട് കർത്താവിന്റെ നാമോദത്തിനായിട്ട് ജീവിക്കുന്ന ആ ഒരു ജയജീവിതം, കർത്താവിനുള്ള ഒരു കൂട്ടായ്മയിലുള്ള ഒരു സമാധാനമുള്ള ഒരു ജീവിതം, അതിന്റെ ആ ഒരു സുവിശേഷത്തിന്റെ പൂർണ്ണതയൊക്കെ നമ്മൾ ഈ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞ എന്താ സുവിശേഷം എന്താന്നുള്ള കാര്യം പറഞ്ഞേ. സിമ്പിൾ ആയിട്ടുള്ള ഗോസ്പൽ, നമ്മൾ പാപികളായിരുന്നു എന്നുള്ള കാര്യവും അതിനായിട്ടുള്ള പരിഹാരം കർത്താവ് ക്രൂശിൽ ചെയ്ത കാര്യവും നമ്മളത് അംഗീകരിച്ച് കർത്താവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിക്കുന്ന ഒരു അവസ്ഥയ്ക്ക് നമ്മൾ വീണ്ടും ജനനം എന്നുള്ളൊരു പേര് വചനത്തിൽ നമ്മൾ കാണുന്നത്. നിക്കോദമോസ് വലിയ മതപ്രമാണിയായിരുന്നു. നമ്മുടെ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അവൻ വലിയ മതപ്രമാണിയായിരുന്നു. എന്നാൽ അവനോട് കർത്താവ് പറയുന്നത്, നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പൊ നമ്മൾ അതുപോലെ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് കർത്താവ് അവിടത്തേക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവ് നമുക്കായിട്ട് പാപത്തെ ജയിക്കാൻ കഴിയത്തില്ല. പക്ഷെ കർത്താവ് ഞാൻ പാപം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഐ ഡോണ്ട് വോണ്ട് ടു സിൻ, ഐ വിൽ നോട്ട് സിൻ. ഞാൻ പാപം ചെയ്യത്തില്ല എന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല. പക്ഷേ കർത്താവ് ഞാൻ പാപം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, ഐ ഡു നോട്ട് വോണ്ട് ടു സിൻ എന്ന് പറഞ്ഞ് നമ്മളൊരു 180 ഡിഗ്രി ടേൺ ചെയ്ത് നമ്മുടെ ജീവിതത്തെ അങ്ങ് കർത്താവിനെ ഭരമേൽപ്പിച്ച് കർത്താവിനെ വിശ്വസിച്ച് അവിടെ നമുക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റ് വിശ്വസിച്ച് കർത്താവിനെ ഭരമേൽപ്പിക്കുമ്പം നമ്മുടെ ജീവിതത്തിൽ ദൈവമായിട്ടുള്ള ഒരു കണക്ഷനിലേക്ക് നമ്മൾ വരും. അത് നമ്മുടെ ജീവിതത്തെ വലിയൊരു പ്രകാശപൂരിതമാക്കും. അപ്പൊ ആ ഒരു കാര്യം, ആ ഒരു സുവിശേഷത്തിനായിട്ട് വേർതിരിക്കപ്പെട്ട കാര്യമാണ് നമ്മളിവിടെ റോമർക്ക് എഴുതിയ ലേഖനം അതിന്റെ ആദ്യത്തെ വാക്യങ്ങളിൽ ആ സുവിശേഷം എന്നുള്ള അതിന്റെ ബൈബിൾ പ്രകാരമുള്ള ആ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു അർത്ഥമാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ ഞാൻ ആ ആദ്യത്തെ വാക്യങ്ങളങ്ങ് വായിക്കും. നമ്മൾ 8ാമത്തെ വാക്യങ്ങൾ വരെയൊക്കെ നമ്മൾ കഴിഞ്ഞ മാസം നമ്മളത് കണ്ടായിരുന്നു. ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖയുടെ കർത്താവിനെ കുറിച്ച് പഴയ നിയമത്തിലൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഒക്കെ ഓരോ ബുക്കിലും ഓരോ പഴയ നിയമ പുസ്തകത്തിലും ഒക്കെ അതിന്റെ പ്രൊഫസിയൊക്കെ പറഞ്ഞതൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പൊ അത് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായിട്ട് വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശുക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ്
റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട് വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത് നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയും വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാണല്ലോ ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചത്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലോട്ടൊന്നും പോകുന്നില്ല. നമ്മൾ മാസങ്ങളായിട്ട് ആ കാര്യങ്ങളൊക്കെ കണ്ടതാ. ഇതെല്ലാം റെക്കോർഡഡ് ആയിട്ടുണ്ട്. വീണ്ടും നമുക്ക് കേൾക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യാം. പിന്നെ 7ാമത്തെ വാക്യം, അവരിൽ യേശുക്രിസ്തുവിനായി വിളിക്കപ്പെട്ട നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം തന്നെ എന്റെ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. അപ്പൊ ആ ഒരു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടപ്പം എല്ലാത്തിനു വേണ്ടിയും സ്തോത്രം ചെയ്യുന്ന ആ ഒരു റോമിലെ വിശ്വാസികള് അവര് പൗലോസിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ആത്മീയ മക്കളാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ കൊരിന്ത്യക്കാരോട് പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളുടെ ആത്മീയ പിതാവാണ്, നിങ്ങൾക്ക് 1000 ഗുരുക്കന്മാരുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ക്രിസ്തുവിൽ സുവിശേഷം മൂലം പിതാവാണെന്ന് പറയുന്നത് പോലെ അതുപോലൊരു ആത്മീയ പിതൃത്വം പൗലോസിന് പറയാനില്ലെങ്കിൽ പോലും പൗലോസിനെ അവർ അതുപോലൊരു ആത്മീയപിതാവായിട്ട് കണ്ടിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് ആ ഒരു ആത്മീയ അധികാരത്തോടെ അവർക്ക് എഴുതുന്നത്. എങ്കിൽ പോലും പൗലോസിനെ സ്ഥാപിക്കപ്പെട്ട സഭയിലുള്ള സഹോദരങ്ങൾ അല്ലെങ്കിൽ പോലും അവരുടെ ആ ഒരു ശുഷ്കാന്തിയും അവരുടെ വലിയ കർത്താവിന് വേണ്ടിയുള്ള ഒരു വിശ്വാസവും അതെല്ലാം കണ്ട് ആ ഒരു സർവ്വലോകത്തിന് പ്രസിദ്ധമായിരിക്കുന്നു, നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിന് പ്രസിദ്ധമായിരിക്കുന്നതിനാൽ എന്നുള്ളൊരു കാര്യമാണ് നമ്മളവിടെ വായിക്കുന്നത്. അപ്പൊ അത് കണ്ട് പൗലോസ് ഞാൻ സ്ഥാപിച്ച സഭയിലുള്ള വിശ്വാസികളല്ലല്ലോ, അപ്പൊ അതുകൊണ്ട് അവര് കുറച്ച് ആത്മീയത കുറഞ്ഞിരുന്ന എനിക്ക് സന്തോഷമെന്നല്ല പറയുന്നത്. അപ്പൊ ഞാൻ സ്ഥാപിച്ചതാവട്ടെ, അത് ഏതായാലും ദൈവം സ്ഥാപിച്ച സഭയാ. അപ്പൊ ആരായാലും ഇപ്പൊ ഒരുപക്ഷെ ചിലർ ആത്മീയമായിട്ട് ചിലപ്പോൾ നമ്മുടെ സഭയിലുള്ളവരായിരിക്കത്തില്ല, അല്ലെങ്കിൽ ചിലപ്പം പക്ഷെ അവർ ആത്മീയമായിട്ട് കർത്താവിനെ സ്നേഹിച്ച് കർത്താവിന് വേണ്ടി മുന്നേറുന്നതായിട്ട് കാണുമ്പോൾ നമുക്ക് നമുക്ക് ഇപ്പൊ ചിലപ്പോൾ നമ്മുടെ മക്കളായിരിക്കത്തില്ല, മറ്റുള്ളവരുടെ മക്കളായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ സഭയിലുള്ളവരായിരിക്കത്തില്ല, വേറെ സഭയിലുള്ളവരായിരിക്കാം. ചില ഉപദേശ വിഷയങ്ങൾ അവർക്ക് ചിലപ്പം വലിയ വിളിച്ചോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. പക്ഷെ അവര് കർത്താവിന് വേണ്ടി ഹോൾ ഹാർട്ടഡ് ആയിട്ട് നിൽക്കുന്നവരെ കാണുമ്പോൾ കർത്താവിന്റെ ശിഷ്യന്മാരെ അത് ഏത് സഭയായാലും എവിടെ ആണെങ്കിലും അവരെ നമ്മൾ യഥാർത്ഥത്തിലുള്ള കർത്താവിനെ സ്നേഹിക്കുന്നവരെ കാണുമ്പം അവർക്ക് വേണ്ടി ഒരു സ്തോത്രം ചെയ്യുന്നൊരു അനുഭവം. അതാ പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്തോത്രം ചെയ്യുന്നു എന്ന് പറയുന്നത്. നിങ്ങളുടെ വിശ്വാസം 8ാമത്തെ വാക്യം, നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിൽ എന്ന് പറഞ്ഞാൽ അന്ന് അറിയപ്പെട്ടിരുന്ന എല്ലാ ലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം തന്നെ എന്റെ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്ക് എല്ലാവർക്കും പിതാവായ ദൈവത്തിന് യേശുക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സ്തുതിക്കുന്നു എന്നുള്ളൊരു അർത്ഥമാണ് നമ്മൾ സാധാരണ മലയാളത്തിൽ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇംഗ്ലീഷിൽ ഐ താങ്ക് യു, ഗ്രീക്കിൽ നമ്മൾ നോക്കുവാണെങ്കിൽ യുക്കാരിസ്റ്റിയോ എന്നുള്ളൊരു വാക്കാണ്. യുക്കാരിസ്റ്റിയോ നമ്മൾ ഈ മലയാളത്തിൽ സത്യവേദ ദിവസത്തിൽ സ്തോത്രം ചെയ്യുന്ന പറയുന്നിടത്തേക്ക് യുക്കാരിസ്റ്റിയോ എന്നുള്ള വാക്ക്, യുക്കാരിസ്റ്റിയോ എന്നുള്ള വാക്കിനർത്ഥം നന്ദി പറയുക എന്നാ അതിന്റെ പ്ലെയിൻ ആയിട്ടുള്ള മലയാളം അർത്ഥം. അതായത് ഇംഗ്ലീഷിൽ ഗിവ് താങ്ക്സ്. അപ്പൊ സ്തുതിക്കുക എന്ന് പറയുമ്പോൾ പ്രൈസ്, സ്തോത്രം ചെയ്യുക, സ്തുതിക്കുക എന്നൊക്കെ സാധാരണ നമ്മൾ സ്തോത്രം ചെയ്യുക എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ സ്തുതിക്കുക എന്നുള്ള അർത്ഥമാണ് സാധാരണ മലയാളത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷെ ഒരുപക്ഷെ പഴയ മലയാളം ആയതുകൊണ്ടായിരിക്കും അവര് നന്ദി പറയുക എന്നുള്ളതിന് സ്തോത്രം ചെയ്യുക എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. യുക്കാരിസ്റ്റിയോ എന്ന് പറഞ്ഞാൽ ബി ഗ്രേറ്റ്ഫുൾ, ഫീൽ താങ്ക്ഫുൾ, ഗിവ് താങ്ക്സ് എന്നൊക്കെയുള്ള അതിന്റെ ആ ഒരു ഗ്രീക്കിലെ പ്ലെയിൻ ആയിട്ടുള്ള ഞാൻ നിങ്ങൾക്കായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മള് എല്ലാവർക്കും വേണ്ടിയും നന്ദി പറയുന്നതിനെ കുറിച്ചും ഒക്കെ നമ്മൾ കണ്ടു. എല്ലാവർക്കും വേണ്ടി നന്ദി പറയണമെന്ന് എവിടെ കണ്ടേ? നമ്മള് 1 തിമോത്തിയോസ് 2ന്റെ 1ാമത്തെ വാക്യമൊക്കെ നമ്മൾ കഴിഞ്ഞ മാസം കണ്ടായിരുന്നു. എല്ലാവർക്കും വേണ്ടി നന്ദി പറയണം, പിന്നെ എല്ലാ സമയത്തും നന്ദി പറയണമെന്ന് എഫേസ്യർ 5ാം അധ്യായത്തിന്റെ 20ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടായിരുന്നു. എല്ലാത്തിനായിട്ടും നന്ദി പറയണമെന്ന് 1 തെസ്സലോനിയർ 5ന്റെ 18ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടായിരുന്നു. അപ്പം എല്ലാത്തിനായിട്ടും നന്ദി പറയണം, എല്ലാവർക്കും വേണ്ടിയും നന്ദി പറയണം. എല്ലാവർക്കും വേണ്ടി പറയുമ്പോൾ ദുഷ്ടന്മാരായിട്ടുള്ള മനുഷ്യരുണ്ട്, സുവിശേഷ വിരോധികളായിട്ടുള്ളവരുണ്ട്, നമുക്ക് വിരോധം ചെയ്തിട്ടുള്ളവർ കാണും, നമുക്ക് ക്ഷമിക്കാൻ പ്രയാസമുള്ളവർ കാണും. പക്ഷെ ദൈവം അനുവദിച്ചിരിക്കുന്നു. ശരിയാണ്, നമുക്ക് എല്ലാവരും ചെയ്യുന്ന നമുക്ക് യോജിക്കാൻ പറ്റുന്നതുകൊണ്ടല്ല. ഇന്ന് ലോകത്തുള്ള ബഹുഭൂരിപക്ഷം പേര് ചെയ്യുന്ന കാര്യങ്ങളോട് നമുക്ക് യോജിപ്പില്ല. പക്ഷെ എങ്കിലും എല്ലാവർക്കായിട്ടും ദൈവത്തിന് നന്ദി പറയാന്ന് വെച്ചാൽ ദൈവം അവരെ ജീവൻ കൊണ്ട് ശ്വാസം കൊടുത്ത് നിർത്തിയിരിക്കുന്നു. ദൈവം അവർക്ക് ശ്വാസം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ തീവ്രവാദികളായിരിക്കും, ഭീകരവാദികളായിരിക്കും, അല്ലെങ്കിൽ വലിയ കൊലപാതകികളോ വലിയ അക്രമകാരികളോ ഒക്കെ ആയിരിക്കും. പക്ഷെ ദൈവം അവർക്ക് ശ്വാസം കൊടുത്തിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ആ ഒരു അർത്ഥത്തിൽ എല്ലാവർക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു എന്നുള്ള ഒരു എല്ലാവർക്കായിട്ടും സ്തോത്രം ചെയ്യുന്ന നന്ദി പറയുന്ന ഒരു കാര്യമൊക്കെ നമ്മളവിടെ
ഒന്ന് തിമോത്തിയോസ് 2:1 നമ്മൾ കണ്ടായിരുന്നു. അപ്പൊ അതാ പിന്നെ നമ്മളുടെ നമ്മളെ ദൈവം വെച്ച് നമുക്ക് തന്നിരിക്കുന്ന ശാരീരിക സ്ഥിതി, നമ്മളുടെ ശരീരം, നമ്മളുടെ ശരീരഘടന, നമ്മളുടെ നീളം, വണ്ണം, അതുപോലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് പരാതിയും വെറുവെറുപ്പും അല്ല, മറിച്ച് ദൈവത്തിന് നമ്മൾ വി ഗീവ് താങ്ക്സ് ടു ദ ലോർഡ് എന്നുള്ള ആ ഒരു വാക്യമൊക്കെ നമ്മൾ എവിടെ കണ്ടേ? സങ്കീർത്തനം സാം 139:16 നമ്മൾ കണ്ടു അല്ലേ? 14-16 വാക്യങ്ങളിലൊക്കെ നമ്മൾ ഗീവ് താങ്ക്സ് ടു യു ഫോർ ഐ എം ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി മെയ്ഡ്. ദൈവം നമ്മളെ വളരെ അത്ഭുതകരമായിട്ട്, അതിശയകരമായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ശരീരത്തെക്കുറിച്ചോ, നമ്മളുടെ അപ്പനമ്മമാരെ കുറിച്ചോ, ഭാര്യയെക്കുറിച്ചോ, ഭർത്താവിനെ കുറിച്ചോ, മക്കളെ കുറിച്ചോ ഒക്കെ ഇന്ന് ലോകത്തിന്റെ ഒരു ടെൻഡൻസി എന്ന് പറഞ്ഞാൽ എന്താ? ഉള്ളതിനെ കണ്ടതിനും പിടിച്ചതിനും എല്ലാം അങ്ങ് പരാതിയും വെറുതെപ്പോ അവരങ്ങനെ ഇവരിങ്ങനെ മഴ പെയ്താൽ പരാതി, മഴ പെയ്തില്ലേ പരാതി, വെയിലായാല് ഇല്ല, എങ്ങനെയും ശാപവാക്കുകളും അതുപോലെയുള്ള ദുർവർത്തമാനങ്ങളും പരാതിയും പെറുവെറുപ്പും, ദാറ്റ്സ് ദ ഫൗൾ സ്മെൽ ഓഫ് ദ വേൾഡ്. അതാണ് ലോകത്തിന് ദുർഗന്ധം. എന്നാൽ ക്രിസ്തുവിന്റെ സൗരഭ്യവാസന എന്താ? എല്ലാത്തിനെ കുറിച്ചൊരു നന്ദിയുള്ള ഒരു ഹൃദയം. നമുക്ക് ശരിയാണ്, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നടക്കണമെന്നില്ല. ചിലപ്പോൾ ട്രാഫിക് കാരണം നമുക്ക് കുറച്ചൊന്ന് ലേറ്റ് ആയി പോകും, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിച്ച സമയത്ത് നമുക്ക് അങ്ങ് ഇറങ്ങാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചോണെങ്കിൽ ചില കാര്യങ്ങൾ നടന്നില്ല. പക്ഷേ കർത്താവ് എല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കും. എന്ത് നടന്നാലും നമ്മൾ ശരിയാണ്, പല കാര്യങ്ങളും നമ്മൾ ചില പാഠങ്ങളൊക്കെ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്, നമ്മൾ മാനസാന്തരപ്പെടേണ്ടതായിട്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ തിരുത്തേണ്ട സ്ഥലത്ത് തിരുത്തേണ്ടതായിട്ടുണ്ട്. പക്ഷേ എല്ലാത്തിനായിട്ടും സ്തോത്രം ചെയ്യുവാൻ, എല്ലാത്തിനായിട്ടും നന്ദി പറയുവാനാണ് ഇവിടെ നമ്മൾ വായിച്ചത് 1 തെസ്സലോനിയർ 5:18. ആ നന്ദി പറയുന്നതിന്റെ ഓപ്പോസിറ്റ് എന്താ? പരാതിയും പെറുവെറുപ്പ. ഒന്നിനെ കുറിച്ചും പരാതി കൂടാതെ എല്ലാം ചെയ്യണമെന്ന് എവിടെ പറയുന്നേ? ഫിലിപ്പിയർ 2 ആ വാക്യം നമുക്ക് എടുക്കാം. എല്ലാവർക്കും അത് പരിചയമുള്ള വാക്യം ആയിരിക്കണം. ഫിലിപ്പിയർ 2 14 വാക്യമാണ്. നമ്മൾ സ്തോത്രം ചെയ്യുന്നു നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജഡത്തിൻ്റെതായ ഒരു ടെൻഡൻസി എപ്പോഴും എല്ലാവരെ കുറിച്ച്, നമുക്ക് ചിലപ്പോൾ നമ്മുടെ സഹോദരങ്ങളെ കുറിച്ച്, കൂട്ടു കുറിച്ചായിരിക്കും. ഈ ബ്രദർ എന്താ ഇങ്ങനെ, ഈ സിസ്റ്റർ എന്താ ഇങ്ങനെ, ഈ കുഞ്ഞുങ്ങൾ എന്താ ഇങ്ങനെ, അല്ലെങ്കിൽ നമ്മളുടെ തന്നെ കുഞ്ഞുങ്ങളെ കുറിച്ചായിരിക്കും, നമ്മൾ തന്നെ ഭാര്യ. പക്ഷെ ഈ ജഡം അങ്ങ് ക്രൂശിക്കണം. കർത്താവേ, ഞാനങ്ങ് ഇല്ലാതാവട്ടെ. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതുപോലെ നോ ലോങ്ങർ ഐ ഹു ലിവ് ബട്ട് ക്രൈസ്റ്റ് ഹു ലിവ്സ്, ഞാനല്ല ക്രിസ്തു അത്രേ എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ, പരിശുദ്ധാത്മ നമ്മളിലൊന്ന് നിറയുമ്പോൾ എല്ലാവരെ കുറിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും. അതാ ഫിലിപ്പിയർ 2:14 വാക്യത്തില് വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ, നമ്മൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള പൂർണ്ണതയുള്ള തലമുറയുടെ നടുവിലായതുകൊണ്ട് നിങ്ങൾ എല്ലാത്തിനും സ്തോത്രം ചെയ്യുവാൻ പരാതിയും വെറുപ്പൊന്നും വേണമല്ലോ. അവിടെ 1-ാം നൂറ്റാണ്ടിലെ വക്രതയും കോട്ടമാണെങ്കിൽ ഇപ്പൊ ഇന്ത്യയിലെ വക്രതയും കോട്ടമായിരിക്കും അല്ലേ? വക്രതയും കോട്ടവുമുള്ള, അത് പെർവേർട്ടഡ് ജനറേഷൻ. ക്രുക്കഡ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ല, ഒരു വക്രത എന്ന് പറഞ്ഞാൽ എന്താ? ക്രുക്കഡ് എന്ന് പറഞ്ഞാൽ വളഞ്ഞ് വെച്ചാൽ ഒരു കാര്യം വേറൊരു അർത്ഥത്തിൽ ഒരു കാര്യമായിരിക്കും പറയുന്നത്, പക്ഷെ അയാൾ ഉദ്ദേശിച്ച ഒരു ദ്വയാർത്ഥം വേറൊരു അർത്ഥത്തിലായിരിക്കും അത് പറയുന്നത്. അപ്പൊ ആ ഒരു വക്രതയും കോട്ടും, പെർവേർട്ടഡ്, ആ ഒരു ദൈവത്തിൻ്റെതായ നേരെ ചൊവ്വയുള്ള കാര്യങ്ങളല്ല. സത്യസന്ധതയില്ല, സുതാര്യതയില്ല, ചതിയും വഞ്ചനയും ഒക്കെയാ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവില്. അപ്പൊ അതാണ് അന്ധകാരം, അതാണ് ചുറ്റുമുള്ള അന്ധകാരം. അതിന് നടുവില് നിങ്ങൾ അനിന്യരും എന്നും മറ്റുള്ളവർക്ക് കുറവ്, കുറ്റം പറയാത്ത പരമാർത്ഥികൾ, ഇന്നസെന്റ്, ആ ഒരു ആത്മാർത്ഥതയുള്ളവരായിട്ട്, ഇന്നസെന്റ് ആയിട്ട്, ഹൃദയപരമാർത്ഥതയുള്ളവരായിട്ട്, ദൈവത്തിന് നിഷ്കളങ്ക മക്കളും ഇന്നസെന്റ് ചിൽഡ്രൻ ഓഫ് ഗോഡ് അങ്ങനെ ആകണമെങ്കിൽ, ഈ ഇരുട്ടില് നമ്മൾ ദൈവത്തിന് വെളിച്ചമായിട്ട് തീരണമെങ്കിൽ ആ ഇരുട്ട് എന്താ? എല്ലാ പെറുവെറുപ്പും വാദവും, പെറുവെറുപ്പ് എന്ന് പറഞ്ഞാൽ ഗ്രംബ്ലിങ്, വാദം, ഡിസ്പ്യൂട്ടിങ്, എന്ത് പറഞ്ഞാലും ഒരു ഉടക്ക ന്യായം പറയും, ഒരു മുടന്ത ന്യായം പറയും, എല്ലാത്തിനും ഒരു തർക്കം, വാദം. എന്ത് പറഞ്ഞാല് ഇപ്പം സന്ധ്യയാണെന്ന് പറഞ്ഞാൽ അല്ല, ഇപ്പം പ്രഭാതമാണെന്ന് പറയും, ഇപ്പൊ ഇരുട്ടെന്ന് പറഞ്ഞ ഇപ്പം വെളിച്ചമാണെന്ന് പറയും. അപ്പൊ എന്തിനും ഒരു മുട്ടാപ്പോക്ക് ന്യായം പറഞ്ഞ് അത് എല്ലാത്തിനും ഒരു വാദവും തർക്കമായിട്ട്, അത് നമ്മുടെ ജഡത്തിന്റെ സ്വഭാവം അതാ. അപ്പം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് എനിക്ക് ഇതല്ല ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട, എനിക്ക് അത് വേണം, എനിക്ക് ഈ ഉടുപ്പിടണ്ട, ആ ഉടുപ്പ്, 2 അടി കൊടുത്ത് അത് തന്നെ കഴിപ്പിക്കണം. അപ്പൊ അതാ വക്രതയും കോട്ടമുള്ള തലമുറയില്. അപ്പൊ അതാ പേരന്റിങ് എന്ന് പറഞ്ഞ നല്ല പേരന്റിങ്. അപ്പം വക്രതയും കോട്ടവും അതെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളുടെ വാശിക്ക് നമ്മൾ ഇടം കൊടുക്കാതെ, അവരുടെ ജഡം എപ്പോഴും വക്രതയും കോട്ടയും ഉള്ളത്, പക്ഷെ ദേ ഷുഡ് ഡു വാട്ട് ദേ ആർ സപ്പോസ് ടു ഡു. ഞാൻ എപ്പോഴും പറയുന്ന പോലെ കുഞ്ഞുങ്ങളായിരിക്കരുത്
വീട് നിയന്ത്രിക്കുന്നത്, മറിച്ച് മാതാപിതാക്കളായിരിക്കണം വീട് നിയന്ത്രിക്കുന്നത് കർത്താവിന്റെ കൃപയോടുകൂടി. അപ്പൊ വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ എല്ലാം പരാതി വെറുപ്പ്, കൊച്ചുങ്ങളായാലും എനിക്ക് അത് വേണ്ട, ഇത് വേണ്ട, അത് വേണം, ഇത് വേണം. അപ്പൊ നോ വാശി. എന്ത് വാശി ഉണ്ടെങ്കിൽ നല്ല അടി കൊടുത്ത് ഒരു വാശി ഇവിടെ സാധിക്കത്തില്ല. പറഞ്ഞാൽ അതുപോലെ കേട്ട എന്താന്ന് വെച്ചാൽ തരും. അപ്പൊ ആ ഒരു വക്രതയും കോട്ടമുള്ള ഒരു തലമുറയുടെ നടുവില് അനിന്ദ്യരും പരമാർത്ഥികളും ദൈവത്തിന് നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാ പെറുവെറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ എന്നുള്ളൊരു കാര്യം നമ്മൾ വായിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവരുടെ ഇടയിൽ, ഈ വക്രതവും കോട്ടയും നിറഞ്ഞ തലമുറയുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട്, വേർഡ് ഓഫ് ലൈഫ്, ഒരു ജീവൻ നൽകുന്ന ജീവന്റെ വചനമാണ്, ജീവമൊഴികൾ, വേർഡ്സ് ഓഫ് ലൈഫ്, വേർഡ്സ് ഓഫ് ഇറ്റേണൽ ലൈഫ് എന്ന് പത്രോസ് യേശുവിന്റെ വാർത്തകളെ കുറിച്ച്, നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലാണല്ലോ ഉള്ളത്, നിന്നെ വിട്ട് എങ്ങോട്ടാ പോകണ്ടേ, എങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് യോഹന്നാൻ 6:67 പത്രോസ് ചോദിക്കുന്ന പോലെ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട്, അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ. നമുക്കിവിടെ ഒരു ജ്യോതിസ് ഇരിപ്പുണ്ട്. ജ്യോതിസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം വേറെ ആരോ ജ്യോതിഷ് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞ ജ്യോതിഷ് അല്ല, ജ്യോതിഷ് എന്ന് പറയാൻ ജ്യോതിഷം, അസ്ട്രോളജി, അത് വേറെ ഇത്. ജ്യോതിസ് എന്ന് പറഞ്ഞാൽ വെളിച്ചം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇപ്പൊ ജ്യോതിസുകളെ പോലെ, അത് അത് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. ലോകത്തിലെ മൊത്തം ഇരുട്ട, അവിടെ ഈ ലോകത്തില് നമ്മള് എല്ലാത്തിനും ഒരു സ്തോത്രം, നമ്മൾ എല്ലാത്തിനും സ്തോത്രം എന്ന് മെക്കാനിക്കലായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ഒരു ഇറിറ്റേഷൻ ആവണമെന്നുള്ള കാര്യമല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തില് പരിശുദ്ധാത്മ നമ്മുടെ ഹൃദയത്തിൽ നിറയുമ്പോൾ അവിടെ എല്ലാത്തിനെ കുറിച്ച് എല്ലായ്പ്പോഴും സന്തോഷിക്കുന്നു. ഇതേ 2:14 ഇപ്പൊ നമ്മൾ വായിച്ചു, ഫിലിപ്പിയർ 2:14-15 വായിച്ചു. അതിന്റെ 4:4 വായിക്കുന്നുണ്ട്, റിജോയ്സ് ഇൻ ദി ലോർഡ് ഓൾവേസ്, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുന്നതിന് ഓപ്പോസിറ്റാ പരാതിയും വെറുവെറുപ്പും. 4:4 പൗലോസ് ഏത് രാജകൊട്ടാരത്തിലായിരുന്നു ആ സമയത്ത് ഇത് എഴുതിക്കൊണ്ടിരുന്നത്? റോമൻ കാരാഗൃഹത്തിൽ കിടന്ന്, അതുപോലെ ചെങ്ങലയും ഒക്കെ ചെങ്ങലയാലൊക്കെ ബന്ധിക്കപ്പെട്ട് അവിടെ പാറ്റയും പഴുതാരയും പുഴുവും എലിയും പൂച്ചയും ഒക്കെ ഓടി നടക്കുന്ന, അതുപോലെ ഒരു ഡഞ്ചൻ മാതിരിയുള്ള, അതുപോലൊക്കെയുള്ള വളരെ വൃത്തിഹീനമായിട്ടുള്ള അതുപോലുള്ള ഒരു കാരാഗ്രഹം, അതുപോലുള്ള ആ ഒരു അവസ്ഥയിലായിരുന്നപ്പോ അയ്യോ ഈ ദൈവത്തെ സേവിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ട് എന്റെ ഗതി ഇതാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ പരാതിയും പെറുവെറുപ്പും അല്ല, മറിച്ച് ദൈവത്തിന് സ്തോത്രം. ഇതേ പൗലോസും ശീലാസും കൂടെ അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തില് അവിടെ അവരെ കാരാഗ്രഹത്തിൽ അടച്ചപ്പം അവരെന്ത് ചെയ്തു? അവരവിടെ ഒരു സിംഗിങ് മീറ്റിംഗ് അങ്ങ് തുടങ്ങി, അവരൊരു ഗാനമേളയൊക്കെ തുടങ്ങി. അവര് ഓരോ പാട്ടായിട്ട് ഇങ്ങനെ രണ്ടുപേരെയും കൊണ്ട് താളമൊക്കെ അടിച്ച്, അവര് കൈയൊക്കെ ഇതിലോട്ട് താളം അടിക്കാൻ പറ്റി കാണത്തില്ല, പക്ഷെ ഒരു വലിയ ഉത്സവത്തില് ദൈവത്തെ സ്തുതിച്ച്, ആത്മാവിനെ നിറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. അപ്പോഴത്തേക്കും അവിടെ എല്ലാം കുലുങ്ങിയ കാര്യവും, അതുകൊണ്ട് അപ്പോഴത്തേക്കും പിന്നെ അവിടെ ചെങ്ങലകളൊക്കെ അഴിഞ്ഞ കാര്യമൊക്കെ നമ്മളവിടെ അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് എപ്പോഴും അങ്ങനെ സംഭവിക്കണമെന്നില്ല. പത്രോസ് കാരാഗ്രഹത്തിലായിരുന്നപ്പോ അങ്ങനെയല്ല സംഭവിച്ച്, വേറൊരു രീതിയിലാണ് ദൈവം അവിടെ വിടുവിച്ചത് നമ്മൾ കാണുന്നുണ്ട്. പലരെയും ദൈവം വിടുവിക്കാതിരുന്ന കാര്യങ്ങളും, യാക്കോബ് അപ്പോസ്തലന് വിടുവിക്കപ്പെട്ടില്ല, യാക്കോബിനെ ശിരച്ഛേദം ചെയ്യപ്പെട്ടു. പക്ഷെ ദൈവം അനുവദിച്ച് അവിടെ അപ്പോസ്തലപ്രവൃത്തികൾ അങ്ങനെ ജയിലർ അങ്ങനെ തന്നെ അയ്യോ ജയിലർ പെട്ടെന്ന് എഴുന്നേറ്റപ്പം എല്ലാം ചെങ്ങലയൊക്കെ അഴിഞ്ഞു കിടക്കുന്നു. അപ്പോഴത്തേക്കും ഈ കുറ്റവാളികളൊക്കെ പോയി കാണാം, അയ്യോ ഇനിയിപ്പം എന്റെ ജോലി, എന്റെ തല പോയി എന്ന് പറഞ്ഞാൽ തന്നെ പുള്ളി ആത്മഹത്യ ചെയ്യാൻ തുടങ്ങുമ്പം പൗലോസ് ഒക്കെ പറയുന്നൊരു വാക്യമുണ്ട്, എന്തുവാ? നിങ്ങളെ തന്നെ ഒന്നും ദോഷം ചെയ്യരുത്. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തില്, അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യങ്ങളാ ഞാനിപ്പം പറഞ്ഞേ. അപ്പൊ അത് കഴിഞ്ഞിട്ട് 27-ാമത്തെ വാക്യത്തില് 27-ാമത്തെ വാക്യം ഞാൻ വായിക്കുക. കാരാഗ്രഹ പ്രമാണി ഉറക്കമുണർന്ന കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് ചെങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞു എന്ന് ഊഹിച്ച് വാളൂരി തന്നെ കൊല്ലുവാൻ ഭാവിച്ചു. അപ്പോൾ 16:28 എന്താ നമ്മൾ വായിക്കുന്നേ? അപ്പോൾ പൗലോസ്, നിനക്ക് ഒരു ദോഷവും ചെയ്യരുത്, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഞാൻ 2-3 ആഴ്ച മുമ്പ് ഒരു ശനിയാഴ്ച ഇവിടെ കാസർഗോഡ് റിട്ടേൺ സെമിനാറിന് പോയപ്പോൾ അവരവരുടെ തീം വാക്കായിട്ട് ഈ ഒരു വാക്യമായിരുന്നു എഴുതിയിരുന്നത്. നിങ്ങൾക്കൊരു ദോഷവും ചെയ്യരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി എന്നുള്ളൊരു അർത്ഥം. ആ ഒരു വാക്യം അവരൊരു വളരെ ആപ്റ്റായിട്ട് അവരൊരു സെക്യുലർ ആയിട്ട് അത് നടത്തുന്നേ. അപ്പൊ വാക്യത്തിന്റെ ഉദ്ധരണിയൊന്നും കോട്ട് ചെയ്തിട്ടില്ല, പക്ഷെ വാക്യം അവിടെ കോട്ട് ചെയ്തിട്ടുണ്ട്. ഈ വാക്യം 28:16, അതായത് നിങ്ങളൊരു ദോഷവും ചെയ്തത്, യുവതലമുറയോട് പറയൂ, നിങ്ങൾ ലഹരിയും ഓരോ അഡിക്ഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങളൊരു ദോഷവും ചെയ്യരുത്, ആത്മഹത്യ അതുപോലുള്ള വലിയ കൊലപാതകം വലിയൊരു ദോഷമൊന്നും ചെയ്യരുത്, ഞങ്ങളൊക്കെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇവിടെ ഉണ്ടല്ലോ എന്ന് പറയുന്ന ആ ഒരു വാക്യം ആ ഒരു അർത്ഥത്തിൽ അവിടെ ഉദ്ധരിച്ചത് ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. അപ്പം
അവിടെ പൗലോസും ശീലാസും ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്, നിങ്ങളൊരു ദോഷം ചെയ്യേണ്ട, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറയുന്ന ആ ഒരു വാക്യം. അതാ നമുക്ക് തിരിച്ച് റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിലേക്ക് വരാം. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് എല്ലാത്തിനെ കുറിച്ച് ഒരു സ്തോത്രം, പരിശുദ്ധാത്മാവാണ് നമുക്ക് ഇനി എല്ലാത്തിനും ഞാൻ സ്തോത്രം ചെയ്യുന്നു നമ്മൾ മുഷ്ടി പിടിച്ചിട്ട് കാര്യമില്ല, മറിച്ച് നമ്മളുടെ ആ ജഡത്തെ, നമ്മളുടെ ആ സ്വന്തം ഇഷ്ടത്തെ നമ്മെ തന്നെ അങ്ങ് താഴ്ത്തി കർത്താവിന് മുമ്പാകെ 0 ആയിട്ട്, ഒരു പൂജ്യമായിട്ട് നമ്മെ തന്നെ അങ്ങ് താഴ്ത്തി ഏൽപ്പിച്ച് കർത്താവെ അവിടുത്തെ സ്നേഹത്താൽ, അവിടുത്തെ ആത്മാവിനാൽ, പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഹോളി സ്പിരിറ്റ് ഇസ് ദ സ്പിരിറ്റ് ഓഫ് പ്രൈസ് ആൻഡ് താങ്ക്സ് ഗിവിംഗ്. നന്ദിയുടെയും സ്തോത്രത്തിന്റെ ആത്മാവാണ്, സ്തുതിയുടെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അപ്പം നമ്മുടെ ഹൃദയത്തിൽ ആത്മാർത്ഥമായിട്ട് കർത്താവിനോട് ഒരു നന്ദി പറയാൻ, ശരിയാണ്, നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളൊക്കെ ഒത്തിരി വിഷമങ്ങളും പ്രയാസങ്ങളും തോൽവികളോ പരാജയങ്ങളോ വിഷമങ്ങളോ ഒക്കെ കാണും. പക്ഷെ എങ്കിലും നമ്മളെക്കാട്ടിലും ദുരന്തം അനുഭവിക്കുന്ന എത്ര പേര് നമ്മുടെ ചുറ്റുമുണ്ട്. എന്തെല്ലാം വലിയ വലിയ ദുരന്തങ്ങൾ. ഇപ്പൊ തന്നെ ഡൽഹിയില് എത്ര പേര് ഇന്ന് അഗ്നിക്കിരയായിട്ട് മരിച്ചുപോയി. അവരൊക്കെ ആരെങ്കിലും ഇതുപോലെ അഗ്നിക്കിരയാവുന്ന മരിച്ചാണ് അവിടെ ഹോട്ടലിൽ ചെന്ന് കയറി അവിടെ താമസിച്ച്. അപ്പൊ അതുപോലെ എന്തെല്ലാം ദുരന്തങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. എന്തെല്ലാം വലിയ വേദനയും വലിയ ദുഃഖങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളവരുണ്ട്. അപ്പൊ നമ്മളെക്കാട്ടിലും പ്രയാസമുള്ള ആൾക്കാർ ഈ ലോകത്തുണ്ട്. ദൈവം നമുക്ക് എന്തെല്ലാം നന്മകൾ തന്നിട്ടുണ്ട്. ഞങ്ങള് കൗൺസിലിങ്ങിന് ഞങ്ങളൊരു കാര്യം പറയുന്നത്, പോസിറ്റീവ് പെർസ്പെക്റ്റീവിൽ കാണാൻ, ഉദാഹരണത്തിന് ഒരു കപ്പ് ഹാഫ് ഫുൾ ആണെങ്കിൽ ഹാഫ് ഫുള്ളാന്നും പറയാം, ഹാഫ് എം ടി ആന്നും പറയാം അല്ലെ. ഒരു കപ്പ് ഹാഫ് വെള്ളം എടുക്കുവാന്നിരിക്കട്ടെ, അത് ഹാഫ് ഫുള്ളാന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഹാഫ് എം ടി ആന്ന് പറയാം. ചിലർ തങ്ങളുടെ ജീവിതത്തിൽ നോക്കിയിട്ട് അയ്യോ എന്റെ ജീവിതം എല്ലാം കുട്ടിച്ചോറാണ്, എന്റെ ജീവിതത്തിൽ ഒരു നന്മയില്ലേ, അവരീ നോക്കുന്ന എം ടി പാട്ട് മാത്രമാണ്. പക്ഷേ അതേ ജീവിതം തന്നെ നമുക്ക് നോക്കിയിട്ട് പറയാം, കർത്താവ് എന്തെല്ലാം നിറവ് എനിക്ക് തന്നിട്ടുണ്ട്, എന്തെല്ലാം ആ ഹാഫ് ഫുള്ളാണ്. ശരിയാണ്, ഹാഫ് എം ടി ആണ്. അത് നമുക്ക് കർത്താവ് ശക്തിപ്പെടുന്നവണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ ചെയ്യാം. കർത്താവ് അനുവദിച്ച കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ അതങ്ങ് അംഗീകരിച്ച് അതങ്ങ് ഏറ്റെടുക്കേണ്ട കാര്യമാണെങ്കിൽ ഏറ്റെടുക്കാം. അതൊക്കെ നല്ലത് തന്നെ. പക്ഷെ ചില എന്തെല്ലാം നിറവുകൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അത് എല്ലാത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ഗീവ് താങ്ക്സ് എന്നുള്ള ഒരു കാര്യം ഒന്നുകൂടെ ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞു. റോമർ 1-ന്റെ 8-ാമത്തെ വാക്യം നമ്മൾ വായിച്ചു. നമ്മൾ തിരിച്ചിനി കറണ്ട് ലൊക്കേഷൻ എല്ലാവരും എത്തിയോ? റോമർ 1-ന്റെ 9-ാമത്തെ വാക്യം, ഞാൻ ഇടവിടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവേഷ്ടത്താൽ ഞാൻ നിങ്ങളെ ഇടവിടാതെ ഓർക്കുന്നുണ്ട്. അതെങ്ങനെ ഒരാൾക്ക്, മനുഷ്യനായിട്ടുള്ള ഒരാൾക്ക് ഒരു കാര്യം ഇടവിടാതെ ഓർക്കാൻ പറ്റൂ? ഇപ്പോ എന്താണ് പറയുക, നമ്മളിപ്പോ തോമസ് ബ്ലെയർ അവിടെ ഗൾഫിലായിരിക്കും, ഇടവിടാതെ ഞാൻ കുടുംബത്തെ ഓർക്കുന്നുണ്ടെന്ന് പറയാം. സിസ്റ്റർ എവിടെ ജോലിയുടെ സമയത്ത് എന്നെ ഒന്നും ഓർത്ത് കാണത്തില്ല എന്ന് പറയുക. പക്ഷെ ഇടവിടാതെ ഓർക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ എന്താ, നമ്മളുടെ മനസ്സ്, ദേഹിയില് അത് സാധ്യമായിട്ടുള്ളൊരു കാര്യമല്ല. ഇടവിടാതെ നമ്മളിങ്ങനെ ഒരാളെ ഒരു കാര്യം ഓർത്തുകൊണ്ടിരിക്കും. പക്ഷേ ആത്മാവില്, പരിശുദ്ധാത്മാവില് നമുക്കത് സാധ്യമാണെന്ന് പറഞ്ഞാൽ, ഇപ്പം ഒരു ഉദാഹരണമായിട്ട് നമ്മൾ പറയുവാണെങ്കിൽ, ഇപ്പൊ എന്തിനാ പറയുന്നത്, നമ്മളുടെ കുഞ്ഞ് ദൂരെ ഒരു ഹോസ്റ്റലിൽ താമസിക്കുവാന്നിരിക്കട്ടെ. ഇപ്പൊ ഹോസ്റ്റലിലെ കുഞ്ഞിന് ഒരു അപകടം പറ്റി, നമ്മളൊരു 1-2 ദിവസത്തെ ട്രാവൽ ഉണ്ടെന്നിരിക്കട്ടെ. അപ്പൊ ആ ട്രാവലില് ഇടവിടാതെ നമുക്ക് ആ കുഞ്ഞിനെ ഓർക്കാൻ പറ്റും ഇല്ലേ? നമ്മളിനിയിപ്പം ട്രാവലിൽ നമ്മൾ ചിലപ്പം ഇനിയിപ്പം ഭക്ഷണം കഴിക്കുന്ന സമയത്തോ ബാക്കി ആൾക്കാരോട് സംസാരിക്കുന്ന സമയത്തോ എല്ലാം നമ്മുടെ ഉള്ളിൽ എന്റെ കുഞ്ഞ് അവിടെ കഷ്ടപ്പെടുന്നുണ്ട്, ഇത്രയും വേഗം എനിക്ക് അവിടെ എത്തിച്ചേരണം. ഒരു ട്രെയിൻ ജേർണി, 2-3 ദിവസത്തെ ട്രെയിൻ ജേർണി ഉണ്ട് എന്നാ അവിടെ. അപ്പൊ നമ്മുടെ ഹൃദയത്തിലൊരു ഭാരം ഉണ്ടെങ്കിൽ അവിടെ ഒരു ഇടപെടാതെ ഒരു ഓർമ്മിക്കലുണ്ട്. അത് ഇപ്പൊ പരിശുദ്ധാത്മാവ് നമ്മളുടെ ഹൃദയത്തില് സഭയെക്കുറിച്ചും ദൈവമക്കളെ കുറിച്ചും നമ്മുടെ കുടുംബത്തെക്കുറിച്ചും ഒക്കെ നമുക്കൊരു ഭാരം തന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആക്ഷരികമായിട്ട് ഇങ്ങനെ ഓരോ സമയത്തും ഇങ്ങനെ ഓർത്തോർത്തിരിക്കുന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തിൽ അവരെ നമ്മൾ വഹിക്കുന്നു. നമ്മൾ ഫിലിപ്പിയർ 1-ാം അധ്യായത്തിലേക്ക് പോവുകയാണെങ്കിൽ അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്? ഐ ഹാവ് യു ഇൻ മൈ ഹാർട്ട്. നിങ്ങൾ എൻ്റെ ഹൃദയത്തിലുണ്ട് എന്ന പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. പൗലോസിന് അങ്ങനെ ഒരു വിശാലമായൊരു ഹൃദയം ഉണ്ടായിരുന്നു. എത്രയോ ആൾക്കാരെ, നമ്മളൊക്കെ പലപ്പോഴും ഒത്തിരി നാരോ മൈൻഡഡാണ്. നമുക്ക് പിന്നെ ചിലപ്പോൾ നമ്മുടെ കുടുംബം, കുറച്ച് കാര്യങ്ങൾ ഒരു നാരോ മൈൻഡഡാണ്, നമ്മള് സ്വന്തം കാര്യം സിന്ദാബാദ്. പക്ഷേ പൗലോസിന്റെ ഹൃദയം അതുപോലെ വിശാലമായിരിക്കുന്നു. അത് നമ്മുടെ ഫിലിപ്പിയർ 1-ന്റെ 7-ാമത്തെ വാക്യത്തില്, കൃപയിൽ എനിക്ക് കൂട്ടാളികളായ നിങ്ങളെ ഒക്കെയും എൻ്റെ ബന്ധനങ്ങളിലും സുവിശേഷത്തിന്റെ പ്രതിവാദത്തിലും സ്ഥിരീകരണത്തിലും ഞാൻ എൻ്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കുക കൊണ്ട് അങ്ങനെ നിങ്ങളെ എല്ലാവരെയും കുറിച്ച് വിചാരിക്കുന്നത് എനിക്ക് ന്യായമല്ലോ. ഐ ഹാവ് യു ഇൻ മൈ ഹാർട്ട് എന്നവിടെ ആ ഫിലിപ്പിയർ 1-ന്റെ 7-ല് നമുക്ക് എന്താ നമ്മുടെ ഹൃദയത്തിൽ വേണ്ടത്? സാക്ബർ പറയുന്ന കേട്ടിട്ടുണ്ട്, ദൈവവചനം പ്രസംഗിക്കുന്നവർക്ക് 2 കാര്യങ്ങൾ ഹൃദയത്തിൽ വേണം. ഒന്ന്, ദൈവത്തിന്റെ വചനം ഹൃദയത്തിൽ വേണം. 2, ദൈവത്തിന്റെ ജനത്തെയും ഹൃദയത്തിൽ വേണം. എന്നുവെച്ചാൽ നമ്മള് പഴയ നിയമത്തിലെ അഹരോൻ
മഹാപുരോഹിതന്റെ വസ്ത്രം നമ്മൾ കാണുമ്പോൾ മഹാപുരോഹിതന്റെ വസ്ത്രം അവിടെ പുറപ്പാട് പുസ്തകം 29 അധ്യായത്തിലൊക്കെ നമ്മളത് കാണുന്നുണ്ട്. അവിടെ അവിടെ ഒരു മാർക്കച്ച എന്താ ബ്രസ്റ്റ് പ്ലേറ്റ് മാതിരി ഉണ്ടായിരുന്നു. അപ്പൊ അതില് 12 ഗോത്രങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് 12 കല്ലുകൾ എന്ന് പറഞ്ഞാൽ മഹാപുരോഹിതൻ ദൈവം മുമ്പാകെ ഈ ജനങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ടവനാ. അപ്പൊ അതുകൊണ്ട് ഓരോ ട്രൈബ്, ഓരോ ഗോത്രത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഒരു കല്ല്, ഒരു വിലയുള്ള ഒരു കല്ല് അവന്റെ ആ ഒരു വസ്ത്രത്തിൽ ഘടിപ്പിച്ചിരുന്നു ഹൃദയഭാഗത്തായിട്ട്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും കർത്താവ് മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം അഹരോൻ അവിടെ ലേവ്യ പുരോഹിതനായിരുന്നു, ലേവ്യ പൗരോഹിത്യത്തിലായിരുന്നു. യാക്കോബിന്റെ പുത്രനായ ലേവിയുടെ പുത്രനായിട്ടാണ് അഹരോൻ ഉണ്ടായിരുന്നത്. ലേവ്യ പൗരോഹിത്യമായിരുന്നു അഹരോൻ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തു അതിനും മേലെയായിട്ടുള്ള ലേവിയുടെയും അപ്പനായിട്ടുള്ള യാക്കോബിനെ അപ്പനായിട്ടുള്ള ഇസഹാക്കിനെ അപ്പനായിട്ടുള്ള അബ്രഹാമിനും മേലായിട്ടുള്ള മെൽക്കിസദേക്കിനെ കുറിച്ചാണ് നമ്മൾ എബ്രായർ 7-ാം അധ്യായത്തിൽ വായിക്കുന്നത്. ആ മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതനായിരുന്നു ആര്? ജീസസ്, യേശുക്രിസ്തു. അപ്പൊ യേശുക്രിസ്തു മഹാപുരോഹിതനാണെങ്കിൽ നമ്മളെല്ലാം രാജകീയ പുരോഹിത വർഗമായിട്ടാണ് 1 പത്രോസ് 2:9 വെളിപാട് 5:10 1:5 ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ രാജാക്കന്മാരും പുരോഹിതന്മാരുമാണ്, പ്രീസ് ആൻഡ് കിങ്സ് എന്നൊക്കെ നമ്മൾ എവിടെയൊക്കെ വായിച്ചു? 1 പത്രോസ് 2:9 വെളിപാട് 1:5 5:10 അങ്ങനെ വാക്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും എടുത്തിട്ടുള്ള വാക്യങ്ങൾ. അപ്പൊ അവിടെ എല്ലാം നമ്മൾ രാജാക്കന്മാരും പുരോഹിതന്മാരുമാണെന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ എന്ന് പറയുമ്പോൾ പ്രാഥമികമായിട്ടും നമുക്ക് ഒരു കുടുംബം തന്നിട്ട് കുടുംബത്തിലെ നാഥനായിട്ടുള്ള നമ്മുടെ ഭാര്യയും മക്കളെയും, അമ്മമാരാണെങ്കിലും ഭർത്താവിനെയും മക്കളെയും അപ്പനമ്മമാരെ നമ്മുടെ കുടുംബത്തിൽ ദൈവം നമുക്ക് ചർച്ചക്കാരായിട്ട് തന്നിട്ടുള്ളവരെ നമ്മൾ ഹൃദയത്തിൽ വഹിക്കണം. പിന്നെ നമ്മുടെ സഭയിലുള്ള കൂട്ടുസഹോദരങ്ങള്, നമ്മളുടെ സഭയിലുള്ള കൂട്ടുസഹോദരങ്ങള്, സഹോദരിമാര്, കുഞ്ഞുങ്ങള്, അവരെയൊക്കെ നമ്മളെ ഹൃദയത്തില് ദൈവമുമ്പാകെ ഒരു ഭാരത്തോടെ, ദൈവമേ അവർക്ക് പല ആവശ്യങ്ങളുണ്ട്, അവർക്ക് പല ആത്മീയ അവസ്ഥകളുണ്ട്, പല കുറവുകളുണ്ട്, പല ആവശ്യങ്ങളുണ്ട്. അവരുടെ മുമ്പാകെ അവരെക്കുറിച്ച് ഒരു ഭാരം, അവരെക്കുറിച്ച് നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കാനും അവരെക്കുറിച്ച് അന്വേഷിക്കാനും കാര്യങ്ങൾ തിരക്കാനും അവർ ഹൃദയത്തിലൊരു ഭാരം. പിന്നെ നമുക്ക് ദൈവം നമുക്ക് നമ്മൾ കോണ്ടാക്റ്റിൽ തരുന്ന പല ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. ദൈവം നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും സുവിശേഷം പറഞ്ഞിട്ടുള്ള ആൾക്കാരായിരിക്കും, ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും. അതുപോലെ നമ്മുടെ ഹൃദയത്തിൽ ദൈവം ഭാരം തരുന്ന പല ആൾക്കാർ കാണും. അപ്പം അവരുള്ളവരെയൊക്കെ നമ്മളിപ്പം ഒരു ടീച്ചറാണെങ്കിൽ സ്റ്റുഡൻസിനെ ഓർത്ത് പ്രാർത്ഥിക്കാം, ഒരു ഡോക്ടറാണെങ്കിൽ പേഷ്യൻസിനെ ഓർത്ത് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ നമ്മളൊരു ഉദ്യോഗസ്ഥനാണെങ്കിൽ ആ ജോലി സ്ഥലത്തുള്ളവര്, ആ കമ്പനിയിലുള്ളവര്, ആ ഫാക്ടറിയിലുള്ളവര്, അല്ലെങ്കിൽ ആ ജോലി സ്ഥലത്തുള്ളവര്, അവരെയൊക്കെ ദൈവം ഈ കപ്പലിലുള്ളവരെയൊക്കെ ദൈവം തന്നിരിക്കുന്നു, ജീവനോടെ ശേഷിപ്പിക്കാൻ തന്നിരിക്കുന്നു എന്നൊക്കെ പൗലോസ് അപ്പോസ്തലപ്രവൃത്തി 27-ാം അധ്യായത്തിലൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ദൈവം നമ്മളെ ഓരോരോ കപ്പലിലൊക്കെ ആക്കി വെച്ചേക്കുക. കപ്പലായിരിക്കും, ചിലപ്പോൾ കമ്പനി ആയിരിക്കും, ചിലപ്പോൾ ഫാക്ടറി ആയിരിക്കും, ഹോസ്പിറ്റലായിരിക്കും, ചിലപ്പോൾ നമ്മുടെ അയൽവക്കങ്ങളായിരിക്കും. അപ്പൊ നമുക്ക് ദൈവം ആ ഒരു ഹൃദയം എൻലാർജ്ഡ്, മൈ ഹാർട്ട് ഈസ് എൻലാർജ്ഡ് ടുവേർഡ്സ് യു എന്ന് പറയുന്ന ഒരു വാക്യം 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിലാണെന്ന് എൻ്റെ ഓർമ്മ. എൻ്റെ ഹൃദയം നിങ്ങളോട് വിസ്താരമായി തുറന്നിരിക്കുന്നു എന്നുള്ള വാക്യം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എടുക്കാം. അതെ, ഇത് തന്നെ, മൈ ഹാർട്ട്. 2 കൊരിന്ത്യർ 6:11 വാക്യം. 2 കൊരിന്ത്യർ 6:11 വാക്യത്തിൽ, അല്ലയോ കൊരിന്ത്യരെ, ഞങ്ങളുടെ വാ നിങ്ങളോട് തുറന്നിരിക്കുന്നു. കൊച്ചുങ്ങളൊക്കെ നന്നായിട്ട് സ്പഷ്ടമായിട്ട് സംസാരിക്കാൻ വേണ്ടി ഇപ്പോഴും ഞങ്ങൾ പറയും, വാ തുറന്ന് സംസാരിക്കണം, സ്ഫുടമായിട്ട് സംസാരിക്കണം. ഇവിടെ പൗലോസ് പറയുന്നത് ഞങ്ങളുടെ വാ തുറന്നിരിക്കണം. അതുപോലെ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള ആ ഒരു വർത്തമാനവും, ഞങ്ങളുടെ ഹൃദയം വിശാലമായിരിക്കുന്നു, ആ ഹാർട്ട് ഇസ് ഓപ്പൺ വൈഡ്. പക്ഷെ നിങ്ങൾ എന്തുവാ, ഞങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഇടുക്കമില്ല, നിങ്ങളുടെ ഹൃദയങ്ങളിൽ അത്രയും ഇടുക്കമുള്ളത്. നിങ്ങൾ ഇടുങ്ങിയിരിക്കുക. യു ആർ റെസ്ട്രെയിൻഡ് ഇൻ യുവർ ഓൺ അഫെക്ഷൻസ്, യു ആർ നോട്ട് റെസ്ട്രെയിൻഡ് ബൈ അസ്. നിങ്ങൾ ഇടുങ്ങിയിരിക്കുക, പക്ഷെ ഞങ്ങളുടെ ഹൃദയം വിശാലമായിരിക്കുന്നു. ശരിയാണ്, നമ്മൾ ഇടുക്കവും ഞെരുക്കമുള്ള പാതയിലാണ് പോകുന്നത്. ക്രൂശിന്റെ പാത കർത്താവിന്റെ ഇഷ്ടപ്രകാരം ലോകത്തിന്റെ വലിയ വിശാലമായ പാതയില്ല. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ വലിയൊരു സിയോനിലേക്കുള്ള, അങ്ങനെയുള്ളവരുടെ ഹൃദയത്തിൽ സിയോനിലേക്കുള്ള പെരുവഴികൾ ഉണ്ടെന്നാണ് നമ്മൾ 84-ാം സങ്കീർത്തനത്തിന് 5-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. ഇൻ ദ ഹാർട്ട്, ആ വാക്യം നമ്മൾ കാണണം. പക്ഷെ നമ്മള് ഇടുക്കമുള്ള വഴിയില്ല. നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ അവിടെ ഒരു ഇടുക്കവാ. എന്താ, നമുക്ക് അത് ചെയ്യുന്നതോ ഇത് ചെയ്യുന്നതോ ഒന്നും ദൈവത്തിന്റെ ഹിതമില്ല. അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയുമ്പോൾ
ഇതല്ല വഴി എന്നുള്ളൊരു ശബ്ദം പുറകിൽ നിന്ന് കേൾക്കും. ഇന്ന് നമ്മൾ പുതിയ നിയമത്തിലെ ഹൃദയത്തിൽ നിന്ന് ആത്മാവിന്റെ ഒരു ശബ്ദം നമ്മൾ കേൾക്കും. എന്നാ നമ്മുടെ ഹൃദയത്തില് നമ്മൾ ഈ ലോകത്തിലെ എല്ലാവരെയും, ശരിയാണ്, നമുക്ക് എല്ലാവരെ കുറിച്ചും ഒരേപോലുള്ള ഒരു ഭാരം ഒരു മനുഷ്യനുണ്ടായിരിക്കാൻ പറ്റത്തില്ല. ദൈവം നമുക്ക് അടുത്ത് തന്നിരിക്കുന്ന ആൾക്കാരെ കുറിച്ചായിരിക്കും നമുക്ക് കൂടുതൽ ഭാരം ഉണ്ടായിരിക്കും സ്വാഭാവികമായിട്ടും. എന്നാൽ നമുക്ക് ആരോടും ഒരു ഇടുക്കമില്ലാതെ എല്ലാവരെയും ഉൾക്കൊള്ളും. എല്ലാ വിശ്വാസികള്, ഇപ്പൊ അവിശ്വാസികളാണെങ്കിൽ അവരെയും നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഞങ്ങള് ഫാമിലി പ്രേയറിലും ഒക്കെ സാറിനോട് ചേർന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ലോകമെമ്പാടുമുള്ള ദൈവവേലയ്ക്കായിട്ട്, ലോകമെമ്പാടുമുള്ള ഉപദ്രവിക്കപ്പെടുന്ന ക്രിസ്ത്യാനികൾക്കായിട്ടും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്തുവാ, നമ്മുടെ സ്വന്തം കാര്യം സിന്ദാബാദ് അല്ല, മറിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ കഷ്ടപ്പെടുന്ന എത്രയോ വിശ്വാസികളായിട്ടുള്ളവരുണ്ട്. അല്ലെങ്കിൽ എത്രയോ ദാരിദ്ര്യത്തിലൊക്കെ, നൈജീരിയയിലൊക്കെ നമ്മുടെ എത്രയോ കൂട്ടു സഹോദരങ്ങളൊക്കെ അവരെത്രയോ കഷ്ടപ്പാടുകളിലൊക്കെ ആയിരിക്കും. നമുക്ക് പ്രായോഗികമായിട്ട് വേറെ വലിയ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കും. പക്ഷെ ദൈവത്തെങ്കിലേക്ക് പറയുമ്പോഴായിരിക്കും അവിടെ ട്രംപ് പെട്ടെന്ന് ചെന്ന് അവിടെയുള്ള പലരെയൊക്കെ ഇടയ്ക്ക് നമ്മൾ വാർത്ത കാണുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥനയൊക്കെ ആൻസർ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് നൈജീരിയയിലുള്ള ചില തീവ്രവാദികളെയൊക്കെ ട്രംപ് എന്ന് എന്തോ ഇല്ലാതാക്കി എന്നൊക്കെ പറഞ്ഞു നമ്മുടെ എവിടെയൊക്കെ ആരുടെയൊക്കെ പ്രാർത്ഥന നമുക്ക് അവിടെ ചെന്ന് ബുൾഡോസർ ചെയ്ത് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷെ നമുക്ക് ദൈവത്തോട് പറയുമ്പോൾ ഇന്ന് ദൈവം കാര്യങ്ങൾ ചെയ്തോളൂ. നമ്മൾ 84 സങ്കീർത്തനം എടുത്തു. 84 സങ്കീർത്തനത്തില് അവിടെയും അതിന് 4-ാമത്തെ വാക്യത്തിൽ നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. അത് അവിടെ ഒരു ചെറിയ കുരുവിയൊക്കെ ആലയത്തില് അതിന്റെ വാസസ്ഥലമായിട്ട് ആ അൾത്താര കണ്ടെത്തിയപ്പം അവരെത്ര ഭാഗ്യമുള്ളതാന്നുള്ള കാര്യമൊക്കെ പറയും. അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ കുരുകില് ഒരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എന്റെ രാജാവും എന്റെ ദൈവവുമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളിൽ തന്നെ. ആ യാഗപീഠത്തില് ഇപ്പൊ ഞങ്ങളുടെ വീട്ടിലോട്ട് കയറി വരുന്ന സിറ്റ് ഔട്ടിൽ ഒരു ചെറിയ കുരുവി ഒരു കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ലവ് ബേർഡ്സിനൊന്ന് മയങ്ങുന്നതിന് വരെ ദൈവം തന്നെ അവരെ കൊണ്ട് അവിടെ ഒരു കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവരിങ്ങനെ അവരുടെ ഒരു മെയിൻ ഗേറ്റ് മാതിരി ആ കൂടിന് ഓപ്പണിംഗ് ഒക്കെ ഉണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ കുരുവി ഒന്ന് പോവുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ അന്ന് പറഞ്ഞതുപോലെ ഈ കുരുവിയും അതൊക്കെ എവിടെയെങ്കിലും ഒക്കെ വന്ന് കൂടുണ്ടാക്കുന്ന പറഞ്ഞാൽ ഇവിടെ നോക്കിയപ്പോ യാഗപീഠത്തില് ചെന്ന് കൂടുണ്ടാക്കി വെച്ചു. അപ്പം നിന്റെ യാഗപീഠങ്ങളിൽ തന്നെ കൂടുണ്ടാക്കിയിരിക്കുന്നു. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ആ കുരുകിൽ എത്ര ഭാഗ്യമുള്ളവരാ. അത് നമ്മൾ 4-ാമത്തെ ഭാഗത്തിൽ അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടേയിരിക്കും. സേല, അതൊന്ന് പോസ്റ്റ് ചെയ്ത്, സേല എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പോസ് ഉണ്ട്, അവിടെ ഒരു നിർത്തലുണ്ട്. അത് എത്ര വലിയ കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് പറയാം, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. കിട്ടിയോ? 84-ാം സങ്കീർത്തനത്തിന്റെ 5-ാമത്തെ വാക്യം. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ വളരെ ഇടുക്കമുണ്ട്. അങ്ങനെയാണ്. ഇങ്ങനെയുള്ള മനസ്സിൽ സിയോനിലേക്കുള്ള ഇടുക്ക് വഴികളുണ്ടെന്നല്ല, പെരുവഴികളുണ്ട്. പെരുവഴി എന്ന് പറയുമ്പോൾ അവൻ പെരുവഴിയിലായി എന്ന് പറയുമ്പോൾ നമ്മളത് നെഗറ്റീവായിട്ട് പറഞ്ഞു. ഇത് പെരിയ വഴി. പെരിയ എന്ന് പറഞ്ഞാൽ തമിഴില് പെരിയ എന്ന് പറഞ്ഞാൽ വലിയത്. നമ്മൾ മലയാളത്തിൽ അങ്ങനെ പറയും. പെരിയ മീൻസ് ഹൈവേസ് ടു സയൻ. നമ്മുടെ ഹൈവേ, ഇപ്പം നമ്മുടെ ഹൈവേ ഒക്കെ എല്ലാം കുത്തിപ്പൊളിച്ചിട്ടേക്കുവാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ വിശ്വാസത്തിൽ വലിയ ഹൈവേ ആയിരിക്കും വരുന്നത്. 6 ലൈൻ ആണെന്ന് തോന്നുന്നില്ല, 6 വരി പാത. വലിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓവർടേക്ക് ചെയ്യാനോ അങ്ങനെ പോകാനോ സ്പീഡിൽ പോകാനോ ഒക്കെ പറ്റും. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഇടുക്കുഞ്ഞിരിക്കുള്ള വഴി പോകുമ്പോൾ ശരിയാണ്, നമുക്ക് കർത്താവിന്റെ ഹിതം മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു ഇടുക്കുഞ്ഞിരിക്കും. നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ അത് ചെയ്യാൻ പറ്റുന്നില്ല, ഇത് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അപ്പൊ അങ്ങനെ ആ ഒരു അർത്ഥത്തിൽ ഇടുക്കുഞ്ഞിരിക്കുമുണ്ട്. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ വലിയൊരു വിശാലമായിട്ടുള്ള നമുക്ക് വലിയൊരു അത് വലിയൊരു ഹൈവേ ആയിരിക്കും. നമ്മള് യെശയ്യാവ് 33-ാം അധ്യായത്തിൽ അങ്ങനെ ഒരു ഹൈവേയെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. യെശയ്യാവ് 33-ാം അധ്യായത്തില് അവിടെ 33-ലല്ലേ അവിടെ ഒരു ഹൈവേ ഉണ്ടെന്ന് പറയുന്ന ഒരു വാക്യം. 33-ആണോ 35-ആണോ എന്നൊക്കെ റിഡീംഡ്, അതെ 35-ആണ്. 35-ന്റെ 8-ാമത്തെ വാക്യം. യെശയ്യാവ് 35-ന്റെ 8-ാമത്തെ വാക്യം, ഹൈവേ വിൽ ബി ദേ, എ റോഡ് വേ. അവിടെ ഒരു പെരുവഴിയും പാതയും ഉണ്ടാകും, അതിന് വിശുദ്ധ വഴി എന്ന് പേരാകും. ഒരു അശുദ്ധനും അതിൽ കൂടെ നടന്നു പോവുകയില്ല, അവൻ അവരോടുകൂടി ഇരിക്കും. വഴിപോക്കൻ ഭോഷന്മാർ പോലും വഴിതെറ്റി പോവുകയില്ല. ഒരു സിംഹവും അവിടെ ഉണ്ടാവുകയില്ല. അതായത് ഒരു ദുഷ്ടമൃഗവും അവിടെ കയറി വരികയില്ല. ആ വകയെ അവിടെ കാണുകയില്ല. വീണ്ടെടുക്കപ്പെട്ടവർ അവിടെ നടക്കും. ബട്ട് ദ റിഡീംഡ് വിൽ വാക്ക് ദെയർ. ആ ഒരു ഹൈവേ, അതാണ് ക്രൂസിന്റെ പാത. അത് നമ്മുടെ ഹൃദയത്തിൽ വലിയൊരു സിയോനിലേക്കുള്ള ഒരു പെരുവഴിയുണ്ട്, നമുക്കൊരു വിശാലതയുണ്ട്. അത് നമ്മൾ തിരിച്ചു വരുമ്പോൾ റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ എന്താ വായിച്ചേ? ഇങ്ങനെയുള്ളവരുടെ ഞാൻ എപ്പോഴും നിങ്ങളെ ഓർത്തുകൊണ്ട് നമുക്ക് മറ്റുള്ളവരെ അതുപോലെ പ്രാർത്ഥനയില്
ഇവിടെ പൗലോസ് പറയുന്നതെന്ന് പറഞ്ഞാല് ഇടപെടാതെ ഓർത്തുകൊണ്ട് അതൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്നത് ഞാൻ വെറുതെ വാചകടിക്കുന്നതല്ല, ദൈവമാണ് എനിക്ക് സാക്ഷി എന്ന ആ 10ാമത്തെ വാക്യത്തിന് അവസാനം പറയുന്നത്. നമ്മൾ തിരിച്ച് റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പം, ഞാൻ ഇടപെടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവഷ്ടത്തിൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിന് അവന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എന്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. പൗലോസ് കുറച്ച് സെന്റൻസ് കുറച്ച് നീട്ടി എഴുതി പേനയ്ക്ക് ഈ ഫുൾ സ്റ്റോപ്പ് ഇടാൻ മറന്നു പോകുന്നുണ്ട് ഈ പ്രശ്നം. എന്നാലും നമ്മളെല്ലാം കൂടെ ചേർത്ത് വെടുത്ത് വായിക്കുവാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. ദൈവമാണ് എനിക്ക് സാക്ഷി. എന്തിനാ സാക്ഷി? ഞാൻ നിങ്ങളെ കുറിച്ച് ഇടപെടാതെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്ന് ഒരു ഭംഗിവാക്കായിട്ട് നമ്മൾ ചിലപ്പം പ്രേയിങ് പ്രാർത്ഥിക്കുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കും പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അതൊക്കെ അങ്ങ് മറന്നു പോകുമായിരിക്കും. പക്ഷേ ഇവിടെ പൗലോസ് പറയും, ഞാൻ എന്തെങ്കിലും ഒരു ഫോർമലായിട്ട് കത്ത് എഴുതുന്നതിന്റെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞാൻ എപ്പോഴും നിങ്ങളെ കുറിച്ച് ഓർക്കുന്നു എന്നൊക്കെ ഒരു ഫോർമലായിട്ട് എന്തെങ്കിലും ഒരു ഔപചാരികമായിട്ട് പറയുന്നതല്ല ഇത്. ആരെയും ഞാൻ ഇവിടെ സാക്ഷി നിർത്തി പറയുന്നത്, ദൈവമാ ഇതെല്ലാം സൃഷ്ടിച്ച് ഈ സുവിശേഷ ഘോഷണം എങ്ങനെയുള്ള ദൈവമാന്നാ പറയുന്നേ. അതിന്റെ 10ാമത്തെ വാക്യത്തില് അവന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിച്ച് ശുശ്രൂഷിക്കുന്ന ദൈവമാണ് എനിക്ക് സാക്ഷി എന്ന് പറയുക. അപ്പം നമ്മൾ ഇന്ന് ആദ്യം സുവിശേഷത്തെ കുറിച്ച് കേട്ടു. ആ സുവിശേഷം നമ്മുടെ ജീവിതത്തിന് ഡ്രൈവിംഗ് സീറ്റിൽ കർത്താവ് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കുന്ന കാര്യം നമ്മൾ കണ്ടു. പിന്നെന്താ നമ്മളിപ്പോൾ കണ്ടേ? ഇപ്പൊ നമ്മൾ കണ്ടത് മറ്റുള്ളവരെ കുറിച്ച് ഇടപെടാതെ ഓർക്കുന്ന ഒരു കാര്യം, മറ്റുള്ളവരെ നമ്മുടെ ഹൃദയത്തിൽ വഹിക്കുന്ന ഒരു കാര്യം. നമുക്കിപ്പം അക്ഷരികമായിട്ട് എല്ലാവരും ഇങ്ങനെ ഓർത്ത് കൊണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ പല ജോലിയിൽ പ്രവേശിക്കുന്ന പല കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മുടെ സാഗ്വേർ പറഞ്ഞൊരു എക്സാമ്പിൾ, റബ്ബർ ബാൻഡിന്റെ ഉദാഹരണം പറയുന്നത് എന്ന് പറഞ്ഞാല് എന്താണ്, നമ്മളുടെ ഹൃദയം, നമ്മളുടെ മനസ്സ്, നമ്മളുടെ ഹൃദയം, നമ്മളുടെ ആത്മാവ് മാത്രമല്ല നമ്മളുടെ ദേഹിയും എവിടെ സെറ്റ് യുവർ മൈൻഡ് ഓൺ തിങ്സ് അബവ്. എവിടെ അത് ഉറപ്പിക്കണം എന്ന് ചോദിച്ചാൽ ഉന്നതങ്ങളിൽ ഉറപ്പിക്കണ്ടേ. പരിശുദ്ധാത്മാവിന്റെ നിറവില് നമ്മളുടെ ദേഹി, നമ്മുടെ മനസ്സും വികാരങ്ങളും തീരുമാനങ്ങളും ഒക്കെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലാവുമ്പം അത് എവിടെ ഉറച്ചിരിക്കുന്നത് ചോദിച്ചാൽ അത് ഉന്നതങ്ങളില്ല. പിന്നെ നമ്മൾ അപ്പം ഭൂമിയിലെ കാര്യങ്ങൾ ചെയ്യണ്ടേ? നമുക്ക് പാല് കാച്ചണം, അവിയലുണ്ടാക്കണം, തോരനുണ്ടാക്കണം, ചോറുണ്ടാക്കണം, തുണി കഴുകിയിടണം, തൂത്ത് എല്ലാം കുടഞ്ഞിടണം, നമുക്ക് ജോലിക്ക് പോകണം, ഡ്രൈവ് ചെയ്യണം, കടയിൽ നിന്ന് സാധനം വാങ്ങിക്കണം, നമുക്ക് അതുപോലെയുള്ള ഒത്തിരി നമ്മൾ ഭൂമിയിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. തീർച്ചയായിട്ടും ചെയ്യാൻ നമുക്ക് ജീവിക്കാൻ പറ്റും. പക്ഷെ അതൊക്കെ ചെയ്യുമ്പോഴും ഒരു റബ്ബർ ബാൻഡ് വലിച്ചു നീട്ടുന്ന പോലെ നമ്മൾ സ്വർഗത്തിലാ നമ്മളുടെ ദേഹി, നമ്മളുടെ പ്രാണൻ സെറ്റ് ചെയ്തിരിക്കുന്ന കർത്താവെങ്കിലാ. പക്ഷെ നമ്മൾ ഒരു റബ്ബർ ബാൻഡ് വലിച്ചു നീട്ടുന്ന പോലെ ഭൂമിയിലുള്ള പല കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോഴും അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഒരു ഫ്രീ ടൈം കിട്ടുമ്പം നമ്മൾ എങ്ങോട്ടായിരിക്കണം? ആ റബ്ബർ ബാൻഡ് വേറെ നേരെ ചെന്ന് അവിടെ സ്വർഗത്തിൽ തന്നെ അങ്ങ് സെറ്റ് ആയിരിക്കുന്ന പോലെ നമുക്കൊരു ഫ്രീ ടൈം കിട്ടുമ്പോൾ ആ സ്വർഗീയ കാര്യങ്ങൾ, കർത്താവിന്റെ കാര്യങ്ങളും, കർത്താവിനെ കുറിച്ചുള്ള ഇന്ന് കർത്താവിനോടൊപ്പം എത്ര എനിക്ക് നടക്കാൻ പറ്റി, കർത്താവിന്റെ ശബ്ദം എനിക്ക് എത്ര കേൾക്കാൻ പറ്റി എന്നുള്ള അതാ ക്രിസ്ത്യ ജീവിതം പലപ്പോഴും. പക്ഷേ ക്രിസ്ത്യാനികളുടെ ജീവിതം എങ്ങനെയാന്ന് ചോദിച്ചാൽ നേരെ തിരിച്ചാ. ഞായറാഴ്ച 2 മണിക്കൂർ അല്ലെങ്കിൽ ബുധനാഴ്ച നമ്മുടെ മീറ്റിങ്ങിന്റെ സമയത്ത് നമ്മൾ സ്വർഗത്തിലേക്ക് ഒന്ന് സെറ്റ് ചെയ്യും. ഭൂമിയിലായി ഇതെല്ലാം സെറ്റ് ചെയ്ത് ഉറപ്പിച്ച് വെച്ചേക്കുന്നേ. പിന്നെ കുറച്ച് നേരത്തേക്ക് സ്വർഗത്തിലേക്ക് ഒന്ന് റബ്ബർ ബാൻഡ് നീട്ടി പിടിക്കും. കുറച്ച് റിലാക്സ് ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ ഇനി തിരിച്ച് ഭൂമിയിലേക്ക് വരും. പക്ഷേ അത് എങ്ങനെ നമുക്ക് മാറ്റി സെറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, കർത്താവേ എന്നെ കൊണ്ടത് പറ്റത്തില്ല, ഞാനൊരു 0 ആയിട്ട് അങ്ങനെ തന്നെ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറയുമ്പം പരിശുദ്ധാത്മാ നമ്മളുടെ ദേഹിയെ, നമ്മുടെ പ്രാണനെ അങ്ങ് സ്വർഗത്തിൽ സെറ്റ് ചെയ്യുക. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ നമ്മുടെ ചിന്തകൾ, ആത്മാവിന്റെ ചിന്ത ജീവനും സമാധാനവും. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ കർത്താവിന്റെ സമാധാനം നിയന്ത്രിക്കുന്ന വണ്ണം നമ്മൾ എപ്പോഴും ദൈവമുമ്പാകെ പൂജ്യമായിട്ട്, 0 ആയിട്ട് ദൈവാത്മാവിന്റെ ദൈവാത്മാവിന്റെ നിറവിൽ നല്ല മനസാക്ഷിയോടെ താഴ്മയോടെ ആയിരിക്കുവാണെങ്കിൽ കർത്താവിനുള്ള ഒരു കൂട്ടായ്മയിൽ നമുക്ക് എപ്പോഴും ആയിരിക്കാനൊക്കെ. അപ്പോൾ നമ്മൾ ജോലി സ്ഥലത്തായിരിക്കുമ്പോൾ ബാക്കിയുള്ളവരോട് നമ്മൾ മിണ്ടുന്നു, ഇടപെഴുന്നു, പല കാര്യങ്ങൾ പറയുന്നു. ചില കാര്യങ്ങൾ നമ്മൾ ഫേമായിട്ട് പറയേണ്ടതുണ്ട്, ചില കാർക്കശ്യമുള്ള ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ഒരു നല്ല മനസാക്ഷിയോടെ കർത്താവായിട്ടുള്ളൊരു കണക്ഷൻ. പിന്നെ നമുക്ക് കുറച്ച് ഫ്രീ ടൈം കിട്ടുമ്പോൾ കർത്താവ് കുറച്ചൊരു ഫ്രീ ടൈം കിട്ടുമ്പോൾ ഹി വുഡ് ഓഫൻ കർത്താവ് കുറച്ച് ഫ്രീ ടൈം കിട്ടുമ്പോൾ പെട്ടെന്ന് ഇന്ന് ഇൻസ്റ്റയിൽ റീൽസ് നോക്കും. അങ്ങനെയാണ് നമ്മൾ എന്താ വായിക്കുന്നത്. കർത്താവ് കുറച്ച് ഫ്രീ ടൈം കിട്ടുമ്പോൾ പെട്ടെന്ന് പിതാവിനോടൊപ്പം ഹി വുഡ് ഓഫൻ ഹി വുഡ് ഓഫൻ സ്ലിപ്പ് അവേ ഇൻ ടു ദി വിൽഡർനെസ് ആൻഡ് പ്രേ. ലൂക്കോസ് 5
16-ാമത്തെ വാക്യം. നമ്മൾ കഴിഞ്ഞ ബുധനാഴ്ച നമ്മളത് കണ്ടായിരുന്നു. കർത്താവിന്റെ പേരൊക്കെ പരക്കുക. അപ്പൊ കർത്താവ് ഓപ്പൺ ചെയ്യുന്ന കുറച്ചുകൂടെ എല്ലാമൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്ത് കുറച്ചുകൂടെ ഒന്ന് പബ്ലിസൈസ് ചെയ്യാൻ വേണ്ടി നോക്കിയെന്നല്ല, മറിച്ച് കർത്താവ് കർത്താവിന് ഫ്രീ ടൈം കിട്ടും. കർത്താവ് ഇപ്പോഴും പിതാവിന്റെ കൂടെ പെർഫെക്റ്റ് ആയിട്ടുള്ള കൂട്ടായ്മയില്ല കർത്താവ് നടന്നു ഈ ഭൂമിയിൽ. പക്ഷേ കർത്താവ് കുറച്ചൊരു ഫ്രീ ടൈം കിട്ടുമ്പം കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നോക്കുമ്പോൾ യേശുവിനെ കാണുന്നില്ല. അത് നോക്കുമ്പോൾ കർത്താവ് അവിടെ പിതാവിനോടൊപ്പം കുറച്ചൊരു സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി അവിടെ, അതാ നമ്മൾ ബാക്കി നമ്മൾ വായിച്ച ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ബുധനാഴ്ച അവിടെ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് വായിച്ചായിരുന്നു. ലൂക്കോസ് 5:14, ലൂക്കോസ് 5-ാം അധ്യായത്തിന്റെ 15-16 വാക്യങ്ങൾ ഞാൻ പറഞ്ഞു. ഈ 15-ാമത്തെ വാക്യത്തിൽ വലിയ പുരുഷാരം വചനം കേൾക്കാനായിട്ടൊക്കെ വന്നു. അപ്പൊ എന്ത് ചെയ്തു? അവനോ, ലൂക്കോസ് 5:16, അവനോ നിർജ്ജന ദേശത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അതാ കർത്താവ് എന്തെങ്കിലും നമുക്കൊരു ടൈം ഓഫ് റിലാക്സേഷൻ കിട്ടുമ്പോൾ ദൈവമുമ്പാകെയാണോ നമ്മൾ റിലാക്സ് ചെയ്യുന്നത്? ശരിയാണ്, നമുക്ക് ഓഫ്കോഴ്സ് ഇപ്പൊ ഒരു പാട്ട് കേൾക്കൂ, അല്ലെങ്കിൽ ഒന്ന് നടന്നിട്ട് വരുമോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ, അതുപോലെ എന്റർടൈൻമെന്റ് റിലാക്സേഷൻ ഒക്കെ നല്ലത് തന്നെ. പക്ഷെ ദൈവമുമ്പാകെയുള്ളൊരു റിലാക്സേഷൻ ആണ് നമുക്ക് പ്രാഥമികമായിട്ടുള്ളത്. ഇൻ ഹിസ് പ്രസൻസ് ഇസ് ദ ഫുൾനെസ് ഓഫ് ജോയ്. അവിടുത്തെ സന്നിധിയിൽ ആനന്ദത്തിന് പരിപൂർണതയുണ്ട് എന്ന് എവിടെ വായിക്കുന്നേ? സങ്കീർത്തനം 16-ന്റെ അവസാനത്തെ വാക്യം. സങ്കീർത്തനം 16-ന്റെ അവസാനത്തെ വാക്യത്തിൽ അവിടുത്തെ സന്നിധിയിൽ, നിന്റെ സന്നിധിയിൽ ആനന്ദത്തിന് പരിപൂർണതയുണ്ട്. അപ്പൊ നമ്മൾ ജോലി തിരക്കും കാര്യങ്ങളും ഒക്കെ കഴിയുമ്പോൾ, ജോലി തിരക്കിനിടയിലും കർത്താവിന്റെ കൂടെ തന്നെ ആയിരിക്കണം. എന്നാൽ ജോലി തിരക്ക് കഴിയുമ്പോൾ കുറച്ചുകൂടെ കർത്താവേ, യേശുവേ താങ്ക് യു കർത്താവേ, അവിടുന്ന് എന്നെ ഇത്ര സഹായിച്ചല്ലോ, എന്നെ തന്നെ തരുന്ന കർത്താവേ, അവിടുത്തെ ആത്മാവ് ഒന്നുകൂടെ എന്നെ നിറയ്ക്കണേ, അവിടുത്തെ ഒരു ഫ്രഷ്നെസ്, അവിടുത്തെ സന്നിധിയിലെ സന്തോഷം. അപ്പൊ അതാ നമ്മളിവിടെ വായിക്കുന്ന ആ ഒരു ഇടവിടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ അതിന്റെ 9-ാമത്തെ വാക്യം, നമ്മൾ തിരിച്ചിവിടെ റോമർ 1:9 ഞാൻ ഇടവിടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവേഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന്, അതായത് എങ്ങനെയും ഞാനങ്ങ് വരും എന്നല്ല പറയുന്നേ, ദൈവത്തിന്റെ ഇഷ്ടം എപ്പോഴാണോ ആ സമയത്ത് എപ്പോഴെങ്കിലും നിങ്ങളെ ഒന്ന് വന്ന് കാണണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇപ്പോ ഇവരിപ്പോ പൗലോസ് അത്ര ആത്മീയ മനുഷ്യനല്ലേ, ഇപ്പൊ നിങ്ങളിപ്പോ കാണുന്നതൊക്കെ എന്തോ വളരെ ഭൗതികമായിട്ടുള്ള ഇങ്ങനെ വളരെ ലോ ലെവലായിട്ടുള്ള കാര്യമല്ലേ, ചെന്ന് കാണുന്നതിൽ ഇപ്പൊ എന്തോ ഇത്ര ഇരിക്കുന്നേ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. നമ്മൾ ഈ ഭൂമിയിൽ ദൈവം നമ്മളെ ശരീരത്തിലാക്കി വെച്ചിരിക്കുമ്പോൾ നമ്മൾ ദേഹി ആത്മാവുണ്ട്. അപ്പം നമുക്കിപ്പോ എന്താ പറയുന്നത്, ഇപ്പൊ നമ്മൾ ഇങ്ങനെ അങ്ങ് കൂടി വരേണ്ടതിന്റെ ആവശ്യം എന്താ? നമ്മൾ സൂമിലായാലും നമ്മൾ ആത്മാവിലുള്ള സഹോദരങ്ങളായതുകൊണ്ട് സൂമിൽ നമ്മൾ എവിടെ ഇരുന്നാലും നമുക്ക് കൂട്ടായ്മയില്ലേ എന്നൊക്കെ ചിന്തിക്കാം. പക്ഷെ നമ്മൾ ഒരുമിച്ച് കൂടി വരുമ്പം അവിടെ കുറച്ചുകൂടെ നമുക്കൊരു സന്തോഷമുണ്ട്. എല്ലാവരും കാണുന്നു, ചിരിക്കുന്നു, ആരെങ്കിലും ഉറങ്ങുന്നുണ്ടെങ്കിൽ വിളിച്ച് എഴുന്നേൽപ്പിക്കാം. സൂമിലാണെങ്കിൽ അത് പറ്റത്തില്ല, വീഡിയോ ഓഫ് ചെയ്തിരുന്ന. അപ്പൊ അത് കൂടുതൽ പ്രയോജനമുണ്ട്. കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ചൊറിയാന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ട് കുറച്ചുകൂടെ ഒന്ന് ഇങ്ങനെ എൻകറേജ് ചെയ്യാം, ഉത്സാഹിപ്പിക്കാം, തിരുത്താം, ശാസിക്കാം, ഉത്സാഹിപ്പിക്കാം. അപ്പൊ അതാ പൗലോസ് അവിടെ പറയുന്നത്, നമ്മളവിടെ വായിക്കുന്ന serve in my spirit preaching of the gospel is always in my praise making request if perhaps, മലയാളത്തിൽ എന്റെ 10-ാമത്തെ വാക്യം, ഇംഗ്ലീഷിൽ എന്റെ 10-ാമത്തെ വാക്യത്തില, if perhaps now at last by the will of God I may succeed in coming to you. എനിക്ക് നിങ്ങൾ വന്ന് കാണണം എന്നുവെച്ചാൽ യഥാർത്ഥത്തിൽ നമ്മൾക്ക് ആ ഒരു ആത്മീയമായിട്ടുള്ള വലിയൊരു ഉത്സാഹവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ദൈവമക്കളെ കാണാനും, നമ്മുടെ മീറ്റിംഗിന് ദിവസം ആയിപ്പോയല്ലോ എന്നല്ല, മീറ്റിംഗിന് ദിവസം ആവാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. അടുത്ത ഞായറാഴ്ച, അടുത്ത ബുധനാഴ്ച, അടുത്ത കൂട്ടായ്മ, അടുത്ത കോൺഫറൻസ്, നമുക്ക് അതിനൊരു ഉത്സാഹം കാണാം. പരിശുദ്ധാത്മാവിന്റെ ഒരു തീക്ഷ്ണതയും ഒരു ആദ്യസ്നേഹമൊക്കെ ഉള്ളപ്പോൾ നമുക്ക് സഭായോഗങ്ങളും കുടിവരവുകളും ഒക്കെ നമുക്കൊരു ഉത്സാഹത്തിന്റെ ഒരു ആയിരിക്കും. ഇന്നും മീറ്റിംഗ് ഉണ്ടോ എന്നുള്ള കാര്യത്തില്ല, മറിച്ച് ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞിട്ടല്ലേ മീറ്റിംഗ് ഉള്ളൂ, ഇനിയിപ്പോ എത്രയും പെട്ടെന്ന് ആ ഒരു ലുക്കിംഗ് ഫോർവേഡ് ടു ദ നെക്സ്റ്റ് ഗാദറിങ്. അപ്പൊ ആ ഒരു പൗലോസ്, ഞാൻ 1-2 കാര്യം കൂടെ, അപ്പോസ്തലപ്രവൃത്തികൾ 20-ാം അധ്യായത്തില് പൗലോസ് എഫേസസിലുള്ള മൂപ്പന്മാരെ അവസാനമായിട്ട് കാണുന്ന ഒരു രംഗം നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പം കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പോസ്തലപ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ റോമർ ലേഖനത്തിന് തൊട്ട് മുമ്പ് 20-ാം അധ്യായത്തിന്റെ അവസാനം പൗലോസ് അവരോട് പറയുക, നിങ്ങൾ ഇനി എന്റെ മുഖം കാണത്തില്ല എന്ന് പൗലോസ് പ്രവചനാത്മാവിൽ പറയുക. അപ്പൊ പൗലോസ് അവിടെ അത്രയും വർഷങ്ങള് അത്രയും വർഷങ്ങൾ പറയുമ്പോൾ 2 വർഷമാണ് 3 വർഷമാണ് 2 വർഷം അല്ലെ, ആ 2 വർഷം 3 വർഷം അതിന്റെ 31-ാമത്തെ ഭാഗത്തില് ഫോർ എ പീരീഡ് ഓഫ് 3 years 3 സംവത്സരം എന്ന് അപ്പോസ്തലപ്രവൃത്തി 20-ന് നമ്മൾ വായിക്കുന്നുണ്ട്. 3 വർഷം പൗലോസ് അവരുടെ കൂടെ അവരെ ശുശ്രൂഷിച്ചുകൊണ്ട് വചനം രാവും പകലും ഡേ ആൻഡ് നൈറ്റ്
3 സംവത്സരം രാപ്പകൽ രാവിലെയും രാത്രിയിലും ഒക്കെ മീറ്റിംഗ് ഉണ്ടായിരുന്നിരിക്കണം. രാവിലെ വർക്കിന് പോകുന്നതിന് മുമ്പ്, ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഒരു മീറ്റിംഗ്, ജോലി കഴിഞ്ഞിട്ട് വന്ന മീറ്റിംഗ്. അപ്പോൾ അങ്ങനെയുള്ള സ്പെഷ്യൽ മീറ്റിംഗ്സും കാര്യങ്ങളും എല്ലാം അതുപോലെയൊക്കെ ശുശ്രൂഷിച്ച് അത് കഴിഞ്ഞിട്ട് പൗലോസ് പറയുക അതിന്റെ 38ാമത്തെ വാക്യത്തില് യുനോ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, എന്താ, ഇനിമേൽ അവന് മുഖം കാണുകയില്ല എന്ന് പറഞ്ഞ വാക്കിനാൽ അവർ ഏറ്റവും ദുഃഖിച്ചു. പൗലോസിന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ച് കപ്പലോളം അവനോട് കൂടി വന്ന് അവനെ യാത്ര അയച്ചു എന്നുള്ളൊരു കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ഇനി കാണാൻ പറ്റത്തില്ല. നമ്മൾ അതിന്റെ 25ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നത് നമ്മൾ വായിക്കുന്നത് 25-ല്, എന്നാൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ എന്റെ മുഖം നിങ്ങൾ ആരും ഇനി കാണുകയില്ല എന്ന് ഞാൻ അറിയുന്നു. പൗലോസ് ആ ഒരു പ്രവചനാത്മാവില് ഇനിയിപ്പോ ഇവരോട് നേരിട്ടുള്ള ഒരു സമാഗമനം കൂടിവരവ് ഉണ്ടാകത്തില്ല എന്നുള്ള കാര്യം ദൈവത്തിൽ നിന്നുള്ള ഒരു നിശ്ചയം പരിശുദ്ധാത്മാവിലൂടെ പൗലോസിന് ഉണ്ടായി. അപ്പൊ ഇനി ആരും നിങ്ങളതിനെ മുഖത്തെ കാണുകയില്ല എന്ന് പറയുമ്പോൾ മുഖത്തെ കണ്ടാൽ എന്തോ ഇല്ലെന്തോ ഞങ്ങൾ അങ്ങ് ജീവിച്ചോളാം എന്നല്ല. പക്ഷെ യഥാർത്ഥത്തിൽ അവർ പിന്നീട് അതിൽ ചിലർ തെറ്റിപ്പോയ കാര്യമൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും അവര് അത് ഓർത്ത് ഏറ്റവും ദുഃഖിച്ചു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആ ഒരു സഹോദരങ്ങൾ തമ്മിലുള്ള ഒരു കൂട്ടായ്മയുടെ ആ ഒരു മാധുര്യം നമ്മളവിടെ കാണുന്നത്. അപ്പം സഹോദരങ്ങൾ നമ്മൾ തമ്മിൽ വിസിറ്റ് ചെയ്യുന്നു. അതിനുവേണ്ടിയാണല്ലോ നമ്മൾ കോട്ടേജ് മീറ്റിംഗ്സ് ഒക്കെ എല്ലാവരും ഒന്ന് കാണുന്നു. പലപ്പോഴും കോട്ടേജ് മീറ്റിംഗ്സ് എന്ന് പറയുമ്പോൾ പിന്നെ അതങ്ങ് പലപ്പോഴും അങ്ങ് വരാൻ പറ്റുന്ന സൗകര്യങ്ങളും ചിലപ്പോൾ അങ്ങ് വരാതിരിക്കുമ്പോൾ അതങ്ങ് ഓൺലൈൻ മോഡൊക്കെ ആയി പോകുന്നു. പക്ഷെ ആ ഒരു നേരിട്ട് കാണുന്നതിൻ്റെ ഒരു കാര്യം. ഇപ്പം റോമർക്കെഴുതിയ ലേഖനത്തിൽ തന്നെ പൗലോസ് ഇങ്ങനെ വരാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം വീണ്ടും പറയുന്ന ഒരു രംഗം നമ്മളവിടെ കാണുന്നു. റോമർ 15-ാം അധ്യായത്തിലേക്ക് പോവുകയാണെങ്കിൽ അതും കൂടെ പറഞ്ഞ് ഞാനങ്ങ് ക്ലോസ് ചെയ്യുക. റോമർ 15-ാം അധ്യായത്തില് അതിന്റെ 28ാമത്തെ വാക്യത്തിൽ എന്താ വായിക്കുന്നേ? ഞാൻ അത് നിവർത്തിച്ച് ഈ ഫലം അവർക്ക് ഏൽപ്പിച്ച് ബോധ്യം വരുത്തിയ ശേഷം നിങ്ങളുടെ വഴിയായി സ്പാനിയയിലേക്ക് പോകും. ഐ വിൽ ഗോ ഓൺ ബൈ വേ ഓഫ് യു ടു സ്പെയിൻ. അപ്പൊ അങ്ങനെ നിങ്ങളെയും കൂടെ കണ്ടിട്ട് സ്പെയിനിലോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതേ നമ്മൾ റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ തന്നെ പലതവണ പൗലോസ് കാണാൻ ശ്രമിച്ചിട്ടും അതിന്റെ 13ാമത്തെ വാക്യം നമ്മൾ വായിക്കുവാണ്. റോമർ 1:13 വായിക്കുവാണ്, എന്നാൽ സഹോദരന്മാരെ എനിക്ക് ശേഷം ജാതികളിൽ എന്ന പോലെ നിങ്ങളിലും വല്ല ഫലവും ഉണ്ടാകേണ്ടത് നിങ്ങളുടെ അടുക്കൽ വരുവാൻ പലപ്പോഴും ഭാവിച്ചു, എങ്കിലും ഇതുവരെ മുടക്കം വന്നു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് പറയുമ്പോൾ അറിയണം, ഡബിൾ നെഗറ്റീവ് പറയും. അറിയാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളത് അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്താ, ഞാൻ പലപ്പോഴും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിച്ചു എന്നുള്ളൊരു കാര്യം. അപ്പൊ ആ ഒരു സഹോദരങ്ങളുമായിട്ടുള്ളൊരു കൂട്ടായ്മ എത്രമാത്രം വിലമതിക്കുന്നു. ചിലർ ചെയ്യുന്നത് പോലെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത് എന്നെവിടാ പറയുന്നത്? എബ്രായർ 10-ാം അധ്യായത്തിന്റെ 24-25 വാക്യങ്ങളാണ്. 24-25 എന്ന് ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഇംഗ്ലീഷിലും മലയാളത്തിലും 2 വാക്യം, അതുകൊണ്ട് ഞാൻ ആ വാക്യം കൂടെ അങ്ങെടുത്ത് വായിക്കാം. നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ടോ? നമ്മള് ചിലപ്പം ഒഴിച്ചുകൂടാനാകാത്ത ചില സാഹചര്യത്തിൽ നമുക്ക് മിസ്സായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൂടുന്നില്ല. പക്ഷെ ഉപേക്ഷിക്കുന്നത് നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന്, നമ്മളിപ്പോൾ ICU വെന്റിലേറ്ററിലാണ്, അത് മാത്രമേ എക്സ്ക്യൂസ് ആയിട്ട് ഞാൻ പറയാറുള്ളൂ അല്ലേ. ICU വെന്റിലേറ്ററിലാണെങ്കിൽ, നമ്മൾ അബോധാവസ്ഥയിലാണെങ്കിൽ മിസ്സായി പോകുന്നു. പക്ഷേ നമുക്ക് പറ്റുന്നിടത്തോളം അത് നോട്ട് ഫോർസേക്കിങ്, ഉപേക്ഷ, അതൊരു ഇപ്പൊ എന്തായാലും ഓൺലൈനായിട്ടും ചോദിച്ച് പോയില്ലെങ്കിലും സാരമില്ല, ബ്രദർ എന്തെങ്കിലും പറയുമ്പോൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതിയല്ലോ, ഒരു ഉപേക്ഷ. ഇനിയിപ്പോ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എന്തെന്ന് പറഞ്ഞേ, നമ്മളിപ്പോ ഒരു ജോലിക്ക് കയറുമ്പോൾ തന്നെ ആ ഒരു ഞായറാഴ്ചയും നമ്മുടെ ദിവസം മീറ്റിങ്ങും ഒക്കെ കഴിവതും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ജോലി. ഇപ്പം ഹെൽത്ത് സർവീസിലുള്ള സ്ത്രീകളെ എല്ലാം ഞായറാഴ്ചയും മീറ്റിങ്ങിന് വരുന്നു എന്നുള്ള കാര്യം ഹെൽത്ത് സർവീസിലുള്ള പല സുഹൃത്തുക്കളോട് പറയുമ്പോൾ അവർ അതെങ്ങനെ സാധിക്കും? ഞാൻ അത് എങ്ങനെയോ സാധിക്കുന്നു, ദൈവത്തിന്റെ കാര്യമാണ്. അവിടെ ചെല്ലുമ്പോൾ തന്നെ ഈ കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞ് ബാക്കി എക്സ്ട്രാ ഡ്യൂട്ടിയൊക്കെ എടുത്ത് എക്സ്ട്രാ മേലൊക്കെ ഓടി അങ്ങനെ അങ്ങ് സാധിക്കുന്നു. അപ്പൊ അയ്യോ അതങ്ങനെ പറ്റുമോ? അതങ്ങനെ പറ്റത്തില്ല എന്ന് പറയും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഇപ്പൊ എബ്രായർ 10-ന്റെ ഇപ്പൊ നമുക്ക് ചില ഒഴിച്ചുകൂടാനാവാത്ത ചില സാഹചര്യങ്ങളോ കാര്യങ്ങളോ ഒക്കെ കാണാം. പക്ഷെ എങ്കിലും നമുക്ക് അതിനായിട്ടൊരു ആഗ്രഹം ശരിയാണ്. ഇപ്പൊ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം, ഇപ്പൊ നീറ്റിന്റെ എക്സാം ഞായറാഴ്ച വരുന്നു, ശരി. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ അങ്ങനെ ഒരു പരീക്ഷ, അതുപോലുള്ള പരീക്ഷകളൊക്കെ വരുന്ന ഒരു സാഹചര്യമാണെങ്കിൽ നമുക്ക്, പക്ഷെ അതൊരു ഉപേക്ഷയായിട്ട് വിചാരിച്ചാൽ അതായത് കുഴപ്പമില്ല, നമ്മളുടെ ആ ഒരു ഹൃദയത്തിന്റെ ഒരു അത് നമ്മുടെ അവിടെ എബ്രായർ 10-ന്റെ 24 ചിലർ ചെയ്യുന്നത് പോലെ
അന്ന് 1-ാം നൂറ്റാണ്ടിലും ചിലർ ഇങ്ങനെ ഉണ്ടായിരുന്നു. നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ, അങ്ങനെ ചെയ്യുന്നത് ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും. ഇംഗ്ലീഷിൽ 25-ാമത്തെ വാക്യത്തില് നോട്ട് ഫോർസേക്കിങ് അവർ ഓൺ അസംബ്ലി, മലയാളത്തിൽ 24-ാമത്തെ വാക്യത്തിൽ. അപ്പൊ ആ ഒരു കൂട്ടായ്മ വിലമതിക്കുന്ന കാര്യം. അപ്പൊ നമ്മളിന്ന് എന്തൊക്കെ കണ്ടു? ആദ്യം നമ്മൾ സുവിശേഷം എന്താണ്, സുവിശേഷം എന്ന് പറയുമ്പോൾ ആ ഒരു പാപക്ഷമയുടെ പ്രാഥമികമായിട്ടുള്ള സുവിശേഷം നമ്മളത് കണ്ടു. നമ്മൾ പാപികളാണെന്ന കാര്യവും കർത്താവിന് മുമ്പാകെ മനസാന്തരപ്പെട്ട കർത്താവിനെ കർത്താവായിട്ട് യജമാനായിട്ട് ഡ്രൈവിംഗ് സീറ്റിൽ അവരോധിക്കേണ്ട കാര്യമൊക്കെ നമ്മൾ കണ്ടു. നമ്മുടെ ജീവിതത്തെ കർത്താവിനായിട്ട് കൊടുക്കുന്ന കാര്യമൊക്കെ നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ എന്താ, നമ്മുടെ കൂട്ടു സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തെ തന്നെ, നമ്മുടെ ഭാര്യയെ മക്കളെ, ഭാര്യയെ ഭർത്താവിനെ മക്കളെയും അപ്പനമ്മമാരെ, നമ്മുടെ ദൈവം തന്നിരിക്കുന്ന ആ കുടുംബം, നമ്മുടെ ക്ലോസ് കോണ്ടാക്ട്സ്, നമ്മുടെ സഭയിലെ കൂട്ടു സഹോദരങ്ങള്, അവരെയൊക്കെ ഹൃദയത്തിൽ വഹിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കായിട്ടത് പറ്റത്തില്ല. നമുക്ക് പരിശുദ്ധാത്മാവ് തന്നെ നമ്മുടെ ഹൃദയത്തിൽ ആ ഒരു ഭാരം തരണം. നമ്മുടെ കൂട്ടു സഹോദരങ്ങളെ കുറിച്ച് കർത്താവേ, അവരെല്ലാം ആത്മീയമായിട്ട് എങ്ങനെ ആയിരിക്കുന്നു, അവരെക്കുറിച്ച് പ്രാർത്ഥിക്കണം, അവരെക്കുറിച്ച് അന്വേഷിക്കണം, കൂട്ടായ്മ. അങ്ങനെ ഒരു നമുക്ക് വേണമെങ്കിൽ പ്രയർ ലിസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ നമ്മുടെ നോട്ട്ബുക്കിലോ ഇപ്പം മൊബൈലിൽ ഒരു ഫോൾഡറിലോ ഒക്കെ തന്നെ നമ്മുടെ കുടുംബങ്ങളുടെ, സഭയിലുള്ള കുടുംബങ്ങളുടെ പേരൊക്കെ ഒന്ന് എഴുതി വെക്കാം. അപ്പൊ അതൊക്കെ തന്നെ നമ്മുടെ ഫാമിലി പ്രയറിൽ വേണമെങ്കിൽ ഒന്ന് ഓർക്കാം. അല്ലെങ്കിൽ ഇടയ്ക്ക് നമുക്ക് തന്നെ പേഴ്സണലായിട്ട് ആ കാര്യങ്ങളൊക്കെ പ്രാർത്ഥനയിൽ ഓർക്കാം. വേറെ ചില പ്രാർത്ഥനാ വിഷയങ്ങളും കാര്യങ്ങളും. അപ്പൊ അത് ഹൃദയത്തിൽ നിങ്ങളെ വഹിക്കുന്നു എന്നുള്ള ആ ഒരു, പൗലോസ് അവരെ ഇതുവരെ നേരിട്ട് പോലും കണ്ടിട്ട് പോലും ഇല്ല, പക്ഷേ പൗലോസിന്റെ ഹൃദയത്തിൽ ആ റോമർക്ക് എഴുതിയ വിശ്വാസത്തിൽ ഇടപെടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട്, പിന്നെ ദൈവേഷ്ടത്താൽ എങ്ങനെ വരുന്നൊരു കാര്യം വെച്ചാൽ, ഓരോ കാര്യം ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ഉള്ള ഒരു കാര്യം, ദൈവം അനുവദിക്കുന്നത് പോലെ എന്നുള്ള കാര്യവും പൗലോസിനെ അറിയിച്ച പൗലോസ് പലതവണ ഇങ്ങനെ ആ ഒരു ഭാരത്തോടെ ഭാവിച്ചെങ്കിൽ പോലും ദൈവം സാഹചര്യങ്ങളെ കൊണ്ട് തടഞ്ഞ കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെന്താ, ആ ഒരു കൂട്ടായ്മയുടെ, അവർ നേരിട്ട് കാണുന്നതിൻ്റെയും കൂട്ടായ്മയുടെ ഒക്കെ ഒരു മാധുര്യം, കൂട്ടായ്മ ഉപേക്ഷിക്കാതിരിക്കേണ്ടതിന്റെ കാര്യം, അങ്ങനെ ഒരു 3-4 കാര്യങ്ങൾ നമ്മളിന്ന് കണ്ടു. നമ്മുടെ ഹൃദയത്തിൽ അതുപോലൊരു ഒരുക്കമുണ്ടോ? നാം എങ്ങനെയുള്ളവരായിരിക്കണം, എങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം, നന്ദി പറയുന്നവരായിരിക്കണം, എങ്ങനെ നാം നമ്മളുടെ കൂട്ടു സഹോദരങ്ങളെ, നമ്മൾക്ക് ദൈവം തന്നിട്ടുള്ളവരെയൊക്കെ നമ്മളെ ഹൃദയത്തിൽ വഹിക്കേണ്ടവരാണ്. ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കേണ്ടവരാണ്. അങ്ങനെ നമ്മള് കർത്താവിന്റെ വരവിനായിട്ട്, കർത്താവിന്റെ വചനങ്ങളനുസരിച്ച് കർത്താവിന്റെ ഹിതത്തിനായിട്ട് നമ്മുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുത്ത് നാം ഒരു ഒരുക്കത്തോടെ, അതാ നമ്മളിവിടെ വായിക്കുന്നത്, ഉയർത്തുക ശിരസ്സെ, നമ്മളുടെ അകക്കണ്ണുകള് അതാ ഉയരത്തിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങിക്കൊണ്ട് ആയിരിക്കണമെന്നാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്ക് ആ ഒരു സമർപ്പണത്തോടെ, ബുദ്ധിയുള്ള കന്യകമാർ അവിടെ എണ്ണപാത്രങ്ങളിൽ നിറയെ എണ്ണയായിരുന്നു. നമ്മളുടെ ഹൃദയമാകുന്ന എണ്ണപാത്രങ്ങളിൽ കർത്താവ് ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ എണ്ണയാൽ, സ്നേഹമാകുന്ന എണ്ണയാൽ കർത്താവ് നിറയ്ക്കട്ടെ. ആ ഒരു മണവാളിൻ്റെ വരവ് ഏറ്റവും അടുത്തു. ആ ഒരു ബോധ്യത്തോടെ, ഒരുക്കത്തോടെ കർത്താവിനെ നോക്കി നമുക്ക് പാടാം. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു പോയി. ഇനി ഒരുങ്ങുവാൻ അല്പനേരമേ ഉള്ളൂ. ഇന്ന് കർത്താവ് നമ്മളെ വിളിച്ച, നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? കർത്താവിന് മുമ്പാകെ കണക്ക് തീർക്കാൻ നമ്മളെ ഹൃദയം ബലപ്പെട്ടിരിക്കുന്നു. ഇന്ന് കർത്താവ് നമ്മളെ വിളിക്കുവാണെങ്കിൽ കർത്താവിൻ്റെ മുമ്പാകെ ധൈര്യത്തോടെ നിൽപ്പാൻ നമ്മളെ ഹൃദയം ഒരുങ്ങിയിട്ടുണ്ടോ? നമുക്ക് ചുറ്റുമുള്ളവരെ എല്ലാം നമുക്ക് കളിപ്പിക്കാൻ സാധിക്കും, എന്നാൽ കർത്താവിനെ ആർക്കും കബളിപ്പിച്ചുകൂടാ. ഒരുവൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. മുമ്പാകെ ആ ഒരു ഭയഭക്തിയോടെ, സർവത്തിൻ്റെയും അധികാരമുള്ളവന്റെ മുമ്പാകെ, ഒരു നാളില് വേറെ ആരുടെയോ അച്ചാരമില്ലാതെ, വേറെ ആരുടെയോ ഒത്താശയില്ലാതെ കർത്താവിൻ്റെ മുമ്പാകെ ഞാൻ വ്യക്തിപരമായിട്ട്, ഒരു വ്യക്തിയായിട്ട് കർത്താവിന് മുമ്പാകെ നിൽക്കേണ്ടുന്ന ഒരു നാൾ വരുന്നു. ഇന്ന് നാം കേട്ട ആ സുവിശേഷം, കർത്താവിൻ്റെ വാക്കുകൾ, അന്ന് കർത്താവ് നമ്മളോട് ചോദിക്കും, അന്ന് നീ സുവിശേഷം കേട്ടില്ല എന്ന് നിനക്ക് പറയാൻ ഒക്കൂ? സുവിശേഷം നീ ഇന്ന് കേട്ടു, കർത്താവിനായിട്ട് നീ നിന്റെ ഹൃദയത്തെ കൊടുത്തു, യഥാർത്ഥത്തിൽ നിന്റെ ജീവിതത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കർത്താവിനെ നീ ഇരുത്തിയോ? നമുക്ക് അതിനായിട്ടുള്ള സമയമാണ്. കർത്താവിന് മുമ്പാകെ നമ്മെ തന്നെ അങ്ങ് സമർപ്പിച്ച്, കർത്താവേ, എൻ്റെ ജീവിതത്തെ ഞാൻ അങ്ങേക്കായിട്ട് തരുന്നു കർത്താവേ, അവിടുന്ന് കൽപ്പിച്ചിരിക്കുന്ന ആ വലിയ സ്റ്റാൻഡേർഡ്സിലോട്ട് എത്താൻ കർത്താവേ, എനിക്ക് എന്നെ കൊണ്ട് തന്നെ കഴിയില്ല കർത്താവേ. എന്നാൽ ഞാനൊരു വട്ടപൂജ്യമായിട്ട്, ഒരു സീറോ ആയിട്ട്, ഒരു പാപിയാണെന്ന് അംഗീകരിച്ച് കർത്താവേ എന്നെ തന്നെ താഴ്ത്തുന്നു. അവിടുന്ന് എനിക്ക് വേണ്ടിയാണ് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. കർത്താവേ, അവിടുന്ന് എനിക്ക് വേണ്ടി ആ ചോര ചൊരിഞ്ഞുവല്ലോ, ആ നരകത്തിയിൽ എരിഞ്ഞു തീർന്നല്ലോ കർത്താവേ. അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് ഇന്നും എനിക്കായിട്ട് ജീവിക്കുന്നതിനായിട്ട് സ്തോത്രം എന്ന് നമുക്ക് കർത്താവിനോട് പറയാം.
നമ്മൾ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പാപങ്ങളും കർത്താവിനോട് ഏറ്റു പറയാം. കർത്താവിന്റെ രക്തത്താൽ കർത്താവെ എന്നെ ക്ഷമിക്കണമേ, എന്നോട് കഴുകണമേ, കർത്താവെ കർത്താവിനെ സഹായിക്കണമേ, അവിടത്തേക്ക് പ്രസാദകരമായിട്ട് മാത്രം ജീവിപ്പാനായിട്ട് ഞാൻ അതിനെ തന്നെ തരുന്നു എന്ന് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിന്റെ ആത്മാവ് നമ്മളെ നിറയ്ക്കട്ടെ, കർത്താവ് നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. കർത്താവെ ഇന്ന് അങ്ങ് വിളിച്ചാലും കർത്താവെ ഒരു നല്ല മനസാക്ഷിയോടെ, കർത്താവ് ഒരു താഴ്മയോടെ അങ്ങേ നോക്കുവാൻ, അവിടുത്തെ മുഖത്തേക്ക് നോക്കുവാൻ എനിക്ക് അവിടുന്ന് ധൈര്യം തന്നിരിക്കുന്നു എന്നുള്ള വലിയൊരു പ്രത്യാശയോടെ നമുക്കായിരിക്കാം. ആ ഒരു ഒരുക്കത്തോടെ നമുക്ക് എപ്പോഴും ജീവിക്കാം. കർത്താവെ എന്നെ സഹായിക്കണമേ, എപ്പോഴും കർത്താവെ കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നവരെ ഹൃദയത്തിൽ വഹിക്കുവാൻ, നമ്മളുടെ കുടുംബം, നമ്മളുടെ കൂട്ടു സഹോദരങ്ങള്, നമ്മളുടെ സുഹൃത്തുക്കള്, ബന്ധുക്കള്, നമ്മളുടെ കോണ്ടാക്ട്സ്, നമ്മുടെ കൊച്ചു ലോകം, പിന്നെ നമ്മളുടെ ഈ കേരളദേശം, നമ്മളെ ദൈവമാക്കി വെച്ചിരിക്കുന്ന ഈ ഭാരതം, അത് നമ്മളെ ദൈവമാക്കി വെച്ചിരിക്കുന്ന ഈ ഭൂമിയിൽ അനേകര് കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലൊക്കെ ഉണ്ട്. അവർക്കായിട്ടുള്ളൊരു ഹൃദയത്തില് ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുവാനായിട്ട് ഞാൻ ഒരു മനുഷ്യനെ അന്വേഷിച്ച് കണ്ടെത്തിയില്ലെന്ന് എസ്കേൽ 22:30 കർത്താവ് വേദനയോട് പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുവാനും, മറ്റുള്ളവർക്ക് വേണ്ടി ജാഗരിക്കുവാനും, നമ്മുടെ കൂട്ടു സഹോദരങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ദേശത്തിന് വേണ്ടി, നമ്മുടെ ഭാരതത്തിന് വേണ്ടി, അനേക രാജ്യങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രധാന മുമ്പാകെ നമുക്ക് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനൊക്കെ ഇല്ലായിരിക്കും. എന്നാൽ കർത്താവ് തരുന്ന ആ ഒരു ഭാരതത്തിനനുസരിച്ച് നമുക്ക് അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കാം. കഷ്ടങ്ങളിലൂടെ പോകുന്ന വിശ്വാസികൾക്കായിട്ട്, ഉദ്യോഗത്തിലൂടെ പോകുന്ന പലർക്കായിട്ടും, ഇനിയും സുവിശേഷം എത്താത്ത ഇടങ്ങളിലേക്ക്, ഇനിയും ആ സത്യസുവിശേഷം വേണ്ടവണ്ണം ഗ്രഹിച്ചിട്ടില്ലാത്തവരിലേക്ക് എല്ലാം സുവിശേഷം എത്തേണ്ടതിനായിട്ട് കർത്താവിന്റെ യഥാർത്ഥത്തെ പുത്തൻ ജെറുസലേമിന്റെ യഥാർത്ഥത്തിലുള്ള പ്രവൃത്തിക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ഒരുപാട് അരാജകത്വം, ഒരുപാട് അനീതിയും അക്രമങ്ങളും ഒക്കെ ഉള്ള ദേശങ്ങളിലൊക്കെ കർത്താവിന്റെ സമാധാനം ഉണ്ടാകേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നും ഗൾഫ് പ്രദേശങ്ങളിലൊക്കെ പല ആക്രമണങ്ങളൊക്കെ ഉണ്ടായതായിട്ടൊക്കെ നമ്മൾ കേട്ടു. അവിടെയൊക്കെ സമാധാനം ഉണ്ടാകേണ്ടതിനായിട്ട് നമ്മുടെ കൂട്ടുസൗകര്യങ്ങളൊക്കെ പലരും അവിടെ അത് കാരണമൊക്കെ ഒത്തിരി പ്രയാസത്തിലും, പലരുടെയും ജോലിക്കും ഒക്കെ ഒത്തിരി പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അതിനെക്കുറിച്ചൊക്കെ എത്ര ഭാരമുണ്ട്. കർത്താവിന് മുമ്പാകെ കർത്താവെ അവിടുന്ന് തന്നെ എല്ലാത്തിനും ഒരു അറുതി വരുത്തണം. കർത്താവെ അവിടുന്ന് കർത്താവെ എല്ലാ തീവ്രവാദത്തിന്റെ എല്ലാം ഇറക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായിട്ട് കർത്താവെ അവിടുന്ന് തന്നെ വലിയ കാര്യങ്ങൾ ചെയ്യണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ അതുപോലെ നമ്മളുടെ സഭയെ, കൂട്ടായ്മയൊക്കെ വിലമതിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. എല്ലാത്തിനായിട്ട് നന്ദി പറയുന്ന കാര്യം നമ്മൾ കേട്ടു. ഒന്നും പരാതിയും പിറുപിറുപ്പൊന്നും ഇല്ലാതെ ചെയ്തതിനെ കുറിച്ച് കേട്ടു. കർത്താവ് പരിശുദ്ധാത്മ നമ്മളെ അവിടുത്തെ ആത്മാവിനെ നിറച്ച് കർത്താവ് കാണിച്ച ആ ഒരു ഹൃദയവിശാലതയിലേക്ക്, സിയോനിലേക്ക് പോകുന്നവരുടെ ഹൃദയങ്ങളിൽ വലിയ പെരുവഴികളുണ്ട്, വലിയ ഹൈവേസ് ഉണ്ട്, വലിയ എല്ലാവരെയും ഹൃദയത്തിൽ വഹിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു പെരുവഴി, ആ ഒരു ഹൈവേ. അങ്ങനെ നമുക്ക് കർത്താവിന് മുമ്പാകെ നമ്മളെ തന്നെ ഏൽപ്പിക്കാം. കർത്താവ് എന്ന വാക്യത്തിനായിട്ട് നമുക്ക് ഒരു നിമിഷം കർത്താവിന് നിറഞ്ഞ ഹൃദയത്തോട് നമുക്ക് നന്ദി പറയാം. നന്ദി കർത്താവേ, നന്ദി അവിടുത്തെ വചനത്തിനായിട്ട് സ്തോത്രം. നന്ദി യേശുവേ, താങ്ക് യു ഫാദർ, താങ്ക് യു. നന്ദി യേശുവേ, നന്ദി. സ്നേഹം നിറഞ്ഞ പിതാവേ, ഞങ്ങൾക്ക് നല്ല സമയത്തിനായിട്ട് സ്തോത്രം. കർത്താവേ അവിടുത്തെ വചനങ്ങളെ ഞങ്ങളുടെ ഹൃദയ പലകമേൽ അങ്ങ് എഴുതണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങൾ ഓരോരുത്തരും നിറച്ചാട്ടെ. കർത്താവേ അങ്ങേക്കായിട്ട് കർത്താവ് ഒരുക്കത്തോടായിരിക്കാൻ ഞങ്ങൾ ഓരോരുത്തരും സഹായിക്കണം. എപ്പോഴും ഞങ്ങളുടെ പ്രാണൻ അവിടെ ഉന്നതങ്ങളിൽ സെറ്റായിട്ടിരിക്കട്ടെ. ഞങ്ങൾ ഭൂമിയിലെ പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇടയില്ലാതെ ഹൃദയത്തില് അവിടുത്തെ ജനങ്ങളെ വഹിക്കുവാനും ഹൃദയഭാരത്തോടെ ആ ഒരു ഇന്റർസീഡിങ് സ്പിരിറ്റിലായിരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണം. അങ്ങനെയുള്ള കൂട്ടായ്മയിലായിരിക്കുവാൻ അവിടുന്ന് വരുന്ന ഭാരങ്ങള് അങ്ങക്ക് അവിടുത്തെ മുമ്പാകെ ആ ഭാരങ്ങൾ ഒഴിച്ച് ഇനി ഞാനല്ല ക്രിസ്തു അത്രയും ജീവിക്കുന്നതെന്ന് പറയുവാൻ ക്രിസ്തു എപ്പോഴും പക്ഷപാതം ചെയ്യുന്നവനാണല്ലോ. എപ്പോഴും പിതാവിന്റെ മുമ്പാകെ ഞങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ പക്ഷപാതം ചെയ്യുന്ന ആ കർത്താവ് ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങൾക്കും ആ ഒരു ഇന്റർസീഡിങ് സ്പിരിറ്റ്, ആ ഒരു എൻകറേജിങ് സ്പിരിറ്റ് ആൻഡ് ഡൂയിങ് സ്പിരിറ്റ് ഉണ്ടായിരിക്കുമല്ലോ. ഇന്റർസീഡിങ് ലവ് ആൻഡ് എൻകറേജിങ് ലവ് ആൻഡ് ഡൂയിങ് ലവ് മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കുവാനും മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുവാനും അത് പ്രവൃത്തികളെ വെളിപ്പെടുത്തുവാനും ഒക്കെ അവിടെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സഭയായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവേ, നന്ദി. അവിടെ ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നതായിട്ട് സ്തോത്രം.